ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد ഔട്ട്. എൻ്റെ ഭാര്യയുടെ മാതാവ് വളരെ അവശനിലയിൽ കിടക്കുകയാണ്, സീരിയസ് ആയിട്ട്. അതുകൊണ്ടാണ് അർജന്റായി പോകുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ മാതാവിന്റെ രോഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അള്ളാഹുവെ പൂർണ്ണ ആരോഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആഫിയത്ത് നീ നൽകണേ അല്ലാഹ്. ഖൈർ നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹു എന്താണോ ഖൈർ, ആ ഖൈർ നീ പ്രദാനം ചെയ്യണേ റബ്ബേ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. جاء جبريل عليه السلام إلى النبي صلى الله عليه وسلم فأسند ركبتيه إلى ركبتيه ووضع كفيه على فخذيه ثم قال يا رسول الله صلى الله عليه وسلم ثم قال يا رسول الله ما الإسلام فقال متى الساعة يا رسول الله قال ما المسؤول عنها بأعلم من السائل. قال جبريل عليه السلام فما أماراتها قال أن تلد الأمة ربتها وأن ترى الحفاة العراة العالة رياء الشاء يتطاولون في البنيان أتيتك والأدراء
تدمي لبانها وقد شغلت الصبي عن الطفل وألقى بكفيه فتى الاستكانة من الجوع هونا ما يمر ولا يحلي ولا شيء مما يأكل الناس عندنا سوى الهم للآمي والإله ذي الفصل وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل صلى الله على محمد وسلم. എല്ലാവരും ഒന്നിച്ചു ചൊല്ലൂ സല്ലല്ലാഹു അലാ മുഹമ്മദ് وسلم. اللهم صل على محمد يا ربي صل عليه وسلم. വേദിയിൽ പോയിട്ടരായ ആദരണീയ ഉസ്താദവറുകൾ, മഹല്ല് ജമാഅത്തിന്റെ നേതാക്കൾ, സ്നേഹനീതകളായ ഉപ്പമാരെ ഉമ്മമാരെ, സഹോദരങ്ങളെ സഹോദരിമാർ, സമയം അല്പം താമസിച്ചു പോയതുകൊണ്ട് വേഗം വിഷയത്തിൽ കിടക്കാം. കുറച്ചു നേരം നമ്മൾ വിഷയം മാത്രം സംസാരിക്കുകയാണ്. ഇന്ന് നൽകപ്പെട്ട വിഷയം കാലം കൊതിക്കുന്ന നീതിമാൻ എന്ന വിഷയം. ഞാൻ സത്യത്തിൽ വളരെ നേരത്തെ ഇവിടെ വന്നിരുന്നു. 7:30 മണിക്ക് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് സംശയമായി, ഇവിടെ വേലണ്ണല്ലേ, ഒരു വെളിച്ചം പോലും ഇല്ല ഇവിടെ. ഞാൻ നേരത്തെ തുടങ്ങി. എൻ്റെ ഉമ്മാൻ്റെ ഒരു വസീയത്തുണ്ട്, മോൻ 10 മണിക്ക് ശേഷം വേല പറയുന്നത്. നേരത്തെ തുടങ്ങിയാൽ അവസാനിപ്പിക്കാമല്ലോ എന്നൊക്കെ എഴുതി വന്നു. അപ്പോൾ യാതൊരു അനക്കില്ല. അപ്പോൾ എനിക്ക് ഇരുത്തി 2-3 ആളുകളെ കാണാനുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ സമയം കളയണമെന്ന് എഴുതി പോയി അങ്ങോട്ട് പോയി. വളരെ നേരത്തെ വരാറുണ്ട് പരിപാടിക്ക്. പക്ഷെ അത് അടുത്ത കൊല്ലം ഞങ്ങൾ വയത് പറയാനുണ്ടെങ്കിൽ ഒന്നും അറിയില്ലല്ലോ. അള്ളാഹ്ക്കല്ലേ അറിയും, നമുക്കറിയില്ലല്ലോ. ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തുടങ്ങണം. എൻ്റെ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെല്ലാവരും നേരത്തെ വന്നാൽ മതി. അപ്പം നമുക്ക് കുറച്ച് നേരം ഇന്ന് വയത് പറയാം. കാലം കൊതിക്കുന്ന നീതിമാൻ എന്നാണ്. തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്, നീതിയില്ലാത്ത സമയത്ത് നീതി നടപ്പിൽ വരുത്താനായി കടന്നു വരുന്ന ഒരു നേതാവിനെ കുറിച്ചാണ് ഈ ചർച്ച എന്ന് തോന്നുന്നുണ്ട്. വിഷയം വളരെ കുറിച്ചതാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നാൽ നമുക്ക് പറയാം. കാലം കൊതിക്കുന്ന നീതിമാൻ എന്ന് പറഞ്ഞാൽ നീതിയില്ലാത്ത കാലത്ത് നീതി നടപ്പിൽ വന്നിരുന്നെങ്കിൽ എന്ന് മനുഷ്യനെ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ നീതിയെ ഉണ്ടാവുകയില്ല. എല്ലാ അർത്ഥത്തിലും നീതി തടയപ്പെടുന്ന കാലഘട്ടമാകുമത്. അത് ചിലപ്പോൾ മതത്തിന്റെ പേരിലാകും തടയപ്പെടുന്നത്, അല്ലെങ്കിൽ വർഗത്തിന്റെ പേരിലാകും, ജാതിയുടെ പേരിലാവും, രാജ്യങ്ങളുടെ പേരിലാകും, അധികാരങ്ങളുടെ പേരിലാവും. ഒക്കെ ഞാൻ വിശദീകരിക്കേണ്ടതാണ്, എല്ലാം വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ ഒറ്റവാക്കിൽ പറഞ്ഞു പോവുകയാണ് നമ്മൾ. നീതി നടപ്പിൽ വരുത്താൻ കടന്നു വരുന്ന ആരുടെ കാലമേത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണിശമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അന്ന് ലോകത്ത് തീരെ നീതിയില്ലാത്ത കാലഘട്ടമാകുമത്. ഒരേ കുറ്റം ചെയ്ത 2 പേരോട് 2 രീതിയിൽ അവരെ കാണുക. കുറ്റം ഒന്ന് തന്നെയാണ്. ചിലർ വർഗീയത സംസാരിച്ചുവെന്ന് പറഞ്ഞവരെ ക്രൂരമായി ജയിലറുകളിൽ കൊണ്ടുപോയി അടക്കുമ്പോൾ, വേറെ ചില ആളുകൾ പരസ്യമായി വർഗീയത സംസാരിച്ച് നടക്കുന്നവർക്ക് മേൽ നടപടിയില്ല, ശിക്ഷയില്ല. അനീതിയുടെ ഏറ്റവും വലിയ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രത്യക്ഷമായ ചില സംഭവങ്ങൾ പറഞ്ഞതാണ്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലുള്ള, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പരമോന്നത ഭരണ കേന്ദ്രങ്ങളിലുള്ള ആളുകൾ തെറ്റ് ചെയ്താൽ തെറ്റായി കാണുന്നില്ല, അവർ സുന്ദരമായി വിലസി നടക്കുക. എന്നാൽ ഒരു പാവപ്പെട്ടവനോട് തെറ്റ് ചെയ്താൽ ക്രൂരമായ തെറ്റിന്റെ പേരിൽ അവനെ പീഡിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. എന്തിനേറെ ഇന്ത്യ രാജ്യമടക്കമുള്ള പല രാജ്യങ്ങളിൽ പോലും ചെയ്ത കുറ്റമെന്ത് എന്ന് തെളിയിക്കപ്പെടാതെ കിടക്കുന്ന എത്ര ജയിലാളികളാ, ജയിൽ പുള്ളികളാ ഉള്ളത്. അവർ ചെയ്ത തെറ്റെന്ത് എന്ന് ഇന്ന് വരെ ലോകത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ പറയാൻ കഴിഞ്ഞിട്ടില്ല.
ഇന്ത്യയെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇറാഖിലുണ്ട്. ഇന്ത്യയെ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളിലുമുണ്ട്. ഇത് ഇന്ത്യയുടെ മാത്രം അവസ്ഥയില്ല. ഇറാഖിലുണ്ട്, അതേപോലെ സിറിയയിലുണ്ട്, അതേപോലെ ലോകത്തിൽ ലിബിയയിലുണ്ട്, ലോകരാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ലിബിയയിലുണ്ട്. പിന്നെയോ എത്രയോ ഇസ്ലാമിക രാജ്യങ്ങളിൽ കലാപങ്ങൾ നടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ട്. എന്തിനേറെ, ജനിച്ചു വീണ 4 വയസ്സായ കുഞ്ഞുമോനെ, ജനിച്ചു വീണിട്ട് 4 വയസ്സേ 4 കൊല്ലമേയുള്ളൂ. എത്ര കുട്ടികളുണ്ട് ഇസ്രായേലിന്റെ ജയിലിൽ, എന്റെ പ്രിയമുള്ളവരെ. 4, 6, 8, 10 വയസ്സായ കുഞ്ഞുമക്കൾ എത്രയുണ്ട്, പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇസ്രായേലിലൂടെ യാത്ര ചെയ്തപ്പോൾ ഓർക്കുകയാണ്, ഫലസ്തീനിലെ ഒരു ചെറുപ്പക്കാരൻ പറയാൻ, ചില രാത്രികളിൽ കടയടക്കാൻ പോകുമ്പോ വണ്ടിയിൽ നിന്ന് ആർപ്പ് വിളികൾ കേൾക്കാറുണ്ട്. ഞങ്ങൾ നിരപരാധികളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ പറയുന്നത്, ലോകത്ത് ശക്തമായ അനീതി നടപാടുമ്പോൾ കടന്നു വരുന്ന ഒരു നേതാവിനെ കുറിച്ച് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ് ആ നേതാവെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കണേ. ഫലസ്തീനികളോട് ഇസ്രായേലികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ അനീതിയെ ചോദ്യം ചെയ്യാൻ ലോകത്താരുമില്ല, ഇസ്ലാമിക രാജ്യങ്ങൾ പോലുമില്ല. അവർ വായടക്കി പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, തനിക്ക് നേരെ ചോക്ക് ചൂണ്ടിയ ഇസ്രായേലിന് നേരെ കല്ലെടുത്തൊറിഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കഴിയുന്ന എത്രയെത്ര ഫലസ്തീനികളായെന്നാൽ ക്രൂരമായി തോക്കിന്റെ മുന ചൂണ്ടി പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നൊടുക്കി ഇസ്രായേലികൾ സ്വാതന്ത്ര്യത്തോടെ നടക്കുകയാണ്. ലോകത്തിന്റെ അവസ്ഥ അങ്ങനെ. ഞാൻ അത് അങ്ങോട്ട് വിശദീകരിച്ച് പറയുന്നില്ല. ലോകം അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഹബീബായ നബിയുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, അല്ലോ സ്വലാത്തു ചൊല്ലണം നിങ്ങൾ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും നീതി നിഷേധിക്കപ്പെടുന്ന കാലമായാൽ. നീതി നിഷേധിക്കപ്പെടും. ഒരുപാട് മേഖല പറയാനുണ്ട്. നിങ്ങളത് ഫലസ്തീനും ഇറാഖും മാത്രം വിചാരിക്കരുത്. നമ്മുടെ നാട്ടിലെ ചെയ്യുന്ന ആണ് തെറ്റ് ചെയ്താലും പെണ്ണ് തെറ്റ് ചെയ്താലും, ഭാര്യയും ഭർത്താവും പിണങ്ങി ഭാര്യന്റെ അടുത്താ തെറ്റെന്നൊക്കെ, എന്നാൽ പോലും വിധി വരുമ്പോൾ അനുകൂലമായി പെണ്ണിന് അനുകൂലമായി വിധി വരും. പെണ്ണിന് അനുകൂലമായി വിധി വരിക. പെണ്ണാണ് തെറ്റ് ചെയ്തതെങ്കിലും ശരി, ആണ് നിരപരാധിയാണെങ്കിലും ശരി, ഇത് നീതിയല്ലല്ലോ. ഈയിടെയായി ഞാനൊരു പത്രകട്ടിങ് വായിച്ചു. ഞാനൊരു ശബ്ദത്തെ എവിടെ ഒന്ന് വായിച്ചു. സ്ത്രീപീഡനം എന്നത് അവസാനിപ്പിച്ചിനി പുരുഷ പീഡനം എന്ന് പറയണമെന്ന് ആരോ പറയുന്നത് കേട്ടു. ഞാൻ തോന്നി സത്യമാണാ പറയുന്നത്. സ്ത്രീ പീഡനമല്ല ഇന്ന് നടക്കുന്നതേറെയും പുരുഷ പീഡനമാണ് എന്ന് തോന്നിപ്പോയി. സ്ത്രീയാ തെറ്റിയതെങ്കിൽ സ്ത്രീയെ ശിക്ഷിക്കേണ്ടത്, പുരുഷനാണ് തെറ്റ് ചെയ്തതെങ്കിൽ പുരുഷനെയാണ് ശിക്ഷിക്കേണ്ടത്. അതാണല്ലോ ആ വിഷയത്തിലെ ഏറ്റവും വലിയ നീതിയതല്ലേ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു പെണ്ണിന് നേരെ അതിക്രമങ്ങൾ നടന്നാൽ അതിക്രമത്തിന്റെ കാരണക്കാരാര് എന്ന് കണ്ടെത്തണം. അതാ മനുഷ്യൻ ചെയ്യേണ്ടത്. കുറ്റവാളിയാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അവിടെ നീതിയാണ് നടത്തി വരുത്തേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ മേഖലയും ഞാൻ ഇറങ്ങി സംസാരിക്കണം, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളോട്, എല്ലാ അർത്ഥത്തിലും നീതി ഇല്ലാതെയാകുന്ന കാലം വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പറയാം, എല്ലാ അർത്ഥത്തിലും നീതിയില്ലാത്ത കാലം വരും. ഞാൻ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടാ ചില കാര്യങ്ങളൊന്നും പറയാത്തത്. നിങ്ങൾക്ക് തോന്നും ഇയാൾ ഏതോ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയാണോ? അല്ല. ഈയിടെയായി നടന്ന എത്രയോ സംഭവങ്ങൾ കേരളക്കരയിലുള്ളത് മാത്രം നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. തന്റെ മകനാകുമ്പോൾ പിന്നെ അതുവരെ നീതി സംസാരിച്ചവർ മുഴുവൻ വാ അടക്കി പിടിക്കുന്നത് കാണാൻ കഴിയുന്നു. ഇവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലോകത്ത് നിന്ന് നീതിയില്ലാതെയാവുക എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. പണം കൊടുത്ത് വിധി തങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റുന്ന കാലം, വിധി തങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റുന്ന കാലം വരുന്നത് ഖിയാമത്തിന്റെ കാലത്തുകൾ കേൾക്കാൻ തുടങ്ങിയ കാലത്തിന്റെ സ്വഭാവമാണ്. ആരാ പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണെന്നിട്ട് ആ കാലത്ത് ഒരാൾ കടന്നു വരാറുണ്ട്. ലൗലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമൻ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, എല്ലാ മേഖലയിലും നീതി നിഷേധിക്കപ്പെട്ട, നീതി ഇല്ലാതെയാകുന്ന കാലം വരുമ്പോൾ എന്റെ കുടുംബത്തിൽ ഒരാൾ ജനിക്കാനുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ലൗലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമൻ ലതവല അല്ലാഹു ദാലിക യൗം, ഇനി ലോകം അവസാനിക്കാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വെക്കുക, എന്റെ കുടുംബത്തിൽ നിന്നൊരാൾ ജനിക്കാനുണ്ട്. ലൗലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമൻ ലതവല അല്ലാഹു ദാലിക യൗം, ലോകം അവസാനിക്കാൻ ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളവെങ്കിലും ശരി, അല്ലാഹു ആ ദിവസത്തെ അങ്ങ് നിർത്തുന്നതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, യഖ്റുജ റജുലുൻ മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽ നിന്നൊരു ആൾ കടന്നു വരുന്നവരെ, എന്റെ കുടുംബത്തിൽ നിന്നൊരാൾ ഭൂമിയിലേക്ക് ജനിക്കുന്നവരെ ഖിയാമത്ത് നാളില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാ, എന്തിനാണ് അയാൾ കടന്നു വരുന്നത്? റസൂലുള്ളാഹി പറയുന്നുണ്ട്, അയാളുടെ പേരെന്താണ്, അയാളുടെ വാപ്പയുടെ പേരെന്താ, ഇതൊക്കെ പറയുന്നുണ്ട്. സമയമുണ്ടോ നമ്മൾ അങ്ങോട്ട് കടന്നു പോകാം. യുവാതിഉ ഇസ്മുഹു ഇസ്മീ, അയാളുടെ പേര് എന്റെ പേരായിരിക്കും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അയാളുടെ പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരിനോട് യോജിച്ചിരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അങ്ങനെ ഒരാൾ കടന്നു വരുന്നതാണ്. അയാൾ കടന്നു വന്ന യംലഉൽ അർള ഖിസ്തൻ വഅദലാ, ഭൂതലമാകയാൽ നീതി കൊണ്ട് നിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പുറക്കടി ചെല്ലൂ നിങ്ങൾ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഭൂമിയാകമാനം നീതി കൊണ്ടയാൾ നടക്കുന്നതാണ്. ഭൂമിയിൽ എങ്ങനെയാണോ അതിക്രമങ്ങൾ നിറക്കപ്പെട്ടത്, അതുപോലെ ഭൂമിയിൽ നീതി നിറക്കാൻ അയാൾ കടന്നു വരുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, എത്രത്തോളം എന്നറിയുമോ? ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവക്ക് പോലും അന്ന് നീതി ഉണ്ടാകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമർ റഹീമീനായ അല്ലാഹുവേ, ആ നീതിയുടെ കാലം വരെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അങ്ങനെ വരുന്നത് ആ കാലം ഇനി അത് അനധി വിദൂരമല്ല എന്ന് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ കാലം നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? എല്ലാ മേഖലയിലും നീതി നിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ആ പിതാവ് സദസ്സിലുണ്ടാകുമെന്ന്. ആ പിതാവ് സദസ്സിലുണ്ടാകുമോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ആ സംഗതി പറയുന്നില്ല, എന്തുകൊണ്ട് അതിന്റെ തടസ്സമായി പോകരുത് എന്ന് കരുതിയാണ്. ആ പിതാവിന്റെ മകൾ പഠിച്ചുയർന്നിട്ടുണ്ട്, എല്ലാ ടെസ്റ്റുകളും പാസ്സായിട്ടുണ്ട്. അയാൾ ഇന്ന് മട്ടന്നൂരിൽ വന്നല്ല പള്ളിയിൽ പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്യാൻ പറഞ്ഞത്. ഏക മകളെ ഉള്ളൂ, 16 കൊല്ലം മുമ്പ് ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്. ആ ഏക മകൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞയാൾ കണ്ണിൽ വെള്ളം നിറച്ചത് ഞാൻ കണ്ടോ. എന്നിട്ട് ആ വാപ്പ പറയുകയാണ്, എല്ലാ ടെസ്റ്റിലും എന്റെ മോൾ വിജയിച്ചു, ഇനിയൊരു ഇന്റർവ്യൂ മാത്രമേ ബാക്കിയുള്ളൂ എന്നയാൾ പറഞ്ഞിട്ട് പറയാം, ഇന്റർവ്യൂവിൽ പാസ്സാകുമോ എന്ന കാര്യത്തിലാണ് എനിക്ക് വല്ലാത്ത ബേജാർ. എന്റെ മോൾ യോഗ്യയാണെങ്കിലും ആ ഇരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ മതം നോക്കി ഒരു പക്ഷേ വർഗീയത കാണിച്ചാൽ എന്റെ മോൾക്ക് നീതി നിഷേധിക്കപ്പെടുമല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊരു പിതാവ് പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. ആ പിതാവ് ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാവും. ആ പിതാവ് ഈ സദസ്സിലുണ്ടാവാനിടയുണ്ടാവും. വാപ്പാക്ക് വേണ്ടി പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. ഒരു തരിമ്പ് പോലും നീതി കിട്ടുന്നില്ല എന്ന് മനുഷ്യന് സ്വയം തോന്നുന്ന ഒരു കാലം കടന്നു വരുമ്പോഴാണെന്ന് എന്റെ ഹബീബ് പറയുന്നത്. അപ്പോഴാണ് ഭൂമിയിൽ നീതി നടപ്പിൽ വരുത്താൻ ഒരാളെ കടന്നു വരുന്നത്. ഭൂമി മുഴുവനും വന്ന അനീതിയായിരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. പറയൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, രാഷ്ട്രീയത്തിൽ പോലും കാണാമല്ലോ ആ അനീതി.
തന്റെ പാർട്ടിക്കാരനാണെങ്കിൽ പെട്ടെന്ന് ശരിപ്പെടുത്തി കൊടുക്കുക, പാർട്ടിക്കാരനല്ലേ അയാളെ നടത്തുക. ഞാനതാ പറഞ്ഞ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാൻ പറയില്ല, നിങ്ങൾ തോന്നും തെരഞ്ഞെടുപ്പിന് വേണ്ടി സംസാരിക്കുക അയാളല്ല, അതുകൊണ്ട് ഞാൻ പറയില്ല, അതിനെ ഒഴിവാക്കിയിട്ട് സത്യത്തിൽ പറയേണ്ടതാണ്. തന്റെ പാർട്ടിക്കാരനാണെങ്കിൽ അയാൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കുകയും, അർഹനാണെങ്കിൽ പോലും തന്റെ പാർട്ടിയിൽ അംഗത്വമില്ല അല്ലെങ്കിൽ അതിന്റെ അനുഭാവിയല്ല എന്ന കാരണത്താൽ അയാൾക്ക് കിട്ടേണ്ട നീതി തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന കാലമായാൽ, ഞാൻ എന്തിനാ സൂചിപ്പിച്ചു വെച്ചാൽ എല്ലാ അർത്ഥത്തിലും അനീതി ലോകത്ത് വ്യാപിക്കുന്നില്ല എന്ന് ചിന്തിച്ചു. ലോകരാഷ്ട്രം മുതൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങൾ മുതൽ, ഞാൻ പറഞ്ഞത് പഞ്ചായത്തിലെ ചെറിയ ചെറിയ വാർഡുകൾ വരെ എല്ലാ മേഖലയിലും അനീതികൾ നിറഞ്ഞു നിൽക്കുന്ന കാലം. ആ കാലത്താണ് നീതി നടപ്പിൽ വരുത്താൻ ഒരാളെ കടന്നു വരിക. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ അല്ല സ്വലാത്തു ചൊല്ലൂ നിങ്ങൾ, നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ നീതിമാനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, അയാളുടെ പേര് എന്റെ പേരായിരിക്കും, അപ്പൊ മുഹമ്മദ് എന്നാണ്. അയാളുടെ പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരായിരിക്കും, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ളയാവും. അള്ളാന്റെ ഹബീബ് ഇങ്ങനെ എന്നിട്ട് പറയാണതാരാണ്? അതാണ് മുഹമ്മദുൽ മഹ്ദി എന്ന ഹബീബായ റസൂലുള്ളാഹി. അതാണ് മഹാനായ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു മഹാനാണ് ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. ലോകത്ത് നീതി നടപ്പിൽ വരുത്താൻ കടന്നു വരുന്ന ഏറ്റവും വലിയ നേതാവാണ് മഹാനവറുകൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായി ജനിക്കാനിരിക്കുന്ന മഹാനാ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, സാധാരണ പോലെ ആ കുഞ്ഞുമോനെ വളരുന്നതാണ്. എവിടെ ഇരിക്കുന്ന നിങ്ങള് ഒരുപാട് അടയാളം പറഞ്ഞിട്ട് ഞാൻ വേഗം പറഞ്ഞു പോകും. ദീർഘമായി വഴങ്ങുന്നൊന്നും പറയാൻ കഴിയും തോന്നില്ല. എന്താ കാരണം വെച്ചാൽ നല്ല ജലദോഷം, ഈ ഉയർപ്പങ്ങനെ തലക്കിറങ്ങിയിട്ട് ഭയങ്കര ചൂടല്ലേ, നല്ല ചൂടാണ്. ഈ ഫാന് വേണ്ടാന്ന് ശരിക്കും പറയാം, പക്ഷെ ചൂടിന്റെ കാഠിന്യമാണ് ഞാൻ ഒന്നും പറയാത്തത്. ഇതൊക്കെ വിയർപ്പ് തലക്കാണ്. ഈ ഏപ്രിൽ മെയിൽ വേലൂരെന്ന ഇരട്ടാധ്വാനം. അതുകൊണ്ടൊരു ചെറിയ സമയമേ നമ്മൾ പറയുന്നുള്ള ശ്രദ്ധിക്കണേ. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയായിരിക്കും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ജന്മമെന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ. മദീനത്താണ്. സാധാരണ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയായിട്ടാണ് ജനിക്കുക. ആ കുഞ്ഞുമോന് സാധാരണ കുട്ടികളെ പോലെ വളരുന്നതാണ്. റസൂലുള്ളാഹി പറയാ, 40ാമത്തെ വയസ്സാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അനീതി നിരക്കപ്പെട്ട ഭൂമിയിൽ നീതി നടപ്പിൽ വരുത്താൻ വേണ്ടി മഹാനവറുകൾ അല്ലാഹു നിയോഗിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ സ്വഭാവം എന്ത് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരെ കടന്നു വന്നാൽ ലോകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അക്കമിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയാണ്, സ്വഹാബാ, 6 കാര്യങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നവരെ ലോകാവസാനമില്ല സ്വഹാബ, എന്റെ മഹദി വരില്ല സ്വഹാബ എന്ന ഹബീബായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം, ഞാൻ ഒരു വിശാലമായ വിഷയമായതുകൊണ്ട് വേഗം ഓടിച്ചു പോവാൻ. 6 കാര്യങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നവരെ സ്വഹാബ, മഹദി ഇമാം കടന്നു വരില്ല, ലോകം അവസാനിക്കില്ല. ലോകം അവസാനിക്കുന്നതിനു മുമ്പ് വരുന്ന നേതാവാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലുള്ളാഹി 6 കാര്യങ്ങൾ ഉണ്ടുകയാണ്, ശ്രദ്ധിക്കണേ. ഒന്ന് റസൂലുള്ളാഹി പറഞ്ഞു, വഫാത്തേ, ഒന്നെന്റെ വഫാത്താണ് സ്വഹാബ. ഞാൻ മരണപ്പെടുന്നത് ലോകത്തിന്റെ ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി റസൂലുള്ളാഹി പറഞ്ഞു, തഖ്ലീസു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം നടക്കുന്നവരെ ഖിയാമത്ത് നാളില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത് ക്രൈസ്തവരുടെ കയ്യിലാണ്. ക്രൈസ്തവരുടെ കയ്യിലാണെന്ന് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു അൻഹു ആണല്ലോ ആദ്യമായി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുന്നത്. അതോ ചെറുപ്പക്കാരെ മനസ്സിലാക്കണേ, യുദ്ധത്തിലൂടെയില്ല ഉമർ റളിയല്ലാഹു അൻഹു മോചിപ്പിക്കുന്നത്. ജെറൂസലമിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ മേധാവികൾ പറഞ്ഞു, മുസ്ലിംകളോട് പറഞ്ഞു, മുസ്ലിം സൈന്യാധിപന്മാരോട് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല, യുദ്ധം വേണ്ട, ഞങ്ങൾ ജെറൂസലമിന്റെ ചാവി ഞങ്ങൾ നീതിമാനായ ഉമറിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ്. നീതിമാനായ ഉമറിന്റെ കയ്യിൽ ഞങ്ങൾ ജെറൂസലമിന്റെ ചാവി ഏൽപ്പിക്കും, ഞങ്ങൾക്ക് മടിയില്ല. ഉമർ നല്ലോനാണ്. നിങ്ങൾ ആലോചിക്കണേ, ഉമർ നല്ലവനാൻ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ ഉമറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. സ്വഹാബ, ഉമറിനോടൊന്ന് വരാൻ പറയണേ സ്വഹാബ. ഇപ്പോഴും ഉണ്ടെന്ന സഹോദര, ഫലസ്തീനിലെ പർവ്വതമുണ്ട്, ജബൽ മുഖബ്ബിർ എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവർ സ്വീകരിച്ചത് അവിടെയാണ്. അവിടെ വെച്ചാണ് അവർ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു, ക്രൈസ്തവ മേധാവികൾ പറഞ്ഞു, പോരാ, ഈ നടക്കാനൊന്നും പറ്റാത്ത ഒട്ടകപ്പുറത്ത് വന്നാൽ പറ്റൂല ഉമർ. ഉമർ ഇതാ ഒരു പുതിയ വിശാലമായ രാജ്യത്തിന്റെ കൂടെ അമീറ, അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് മാറി കയറണം, ഉമർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉമർ മാറി ധരിക്കണം എന്ന് ജെറൂസലംകാർ ആവശ്യപ്പെടുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ഒന്നാമതായി നടന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ റസൂലുള്ളാഹി അന്ന് തന്നെ പറഞ്ഞു, 3 തവണ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 തവണ ബൈത്തുൽ മുഖദ്ദസിന് മോചനമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കേസെടുക്കാൻ മറന്നുവല്ലോ. ഒരു 100 റുപ്യ കടം തരും, മരിച്ചാൽ പൊരുത്തപ്പെടണേ, നാളെ മറ്റൊന്ന് 2 വാങ്ങും ചെയ്യാം. ധൈര്യത്തിൽ ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മളെ ചങ്ങായിമാരെഴുതുള്ളേ. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, 3 തവണ ബൈത്തുൽ മുഖദ്ദസിന് മോചനമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് പുണ്യ നബി പറഞ്ഞത് സംഭവിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണെന്ന്. രണ്ടാമത്തെ മോചനം നടക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. കുരിശുപടയോട് യുദ്ധം ചെയ്താണ് പിടിച്ചെടുക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, 3ാമതൊരു മോചനമുണ്ട്, അത് മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെയാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആണ് 3ാമതായി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുന്ന ആൾ. അന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നടക്കുന്നത്, അന്ന് ബൈത്തുൽ ഫലസ്തീനിൽ നടക്കുന്നത് ക്രൂരമായ അനീതിയായിരിക്കും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒക്കെ ചെല്ലുങ്ങൾ സ്വലാത്ത്. ആ കാലല്ലേ ഈ കാലം ആലോചിക്കണേ. 3ാമതായി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടുന്നത് ആരുടെ കരങ്ങളിലൂടെയാണ്? ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെയാണ്. എന്തുകൊണ്ട്? അന്ന് ഫലസ്തീനിൽ നടക്കുന്നത് ക്രൂരമായ അനീതിയായിരിക്കും. അനീതിയെ അകറ്റാനാണ് മഹാനവറുകൾ അല്ലാഹു നിയോഗിക്കുന്നത്. എന്താ അനീതി? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അമേരിക്ക ഏറ്റവും നല്ല ആയുധങ്ങൾ വിൽക്കുന്നുണ്ട്. ആർക്ക്? ഇസ്രായേലിന് വിൽക്കുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ആയുധ ഇടപാടുകളുണ്ട്, ആയുധ കരാറുണ്ട്. അതേപോലെ രഹസ്യമായ പല കരാറുകളും ഉടമ്പടികളും അവർ തമ്മിലുണ്ട്. എന്നാൽ ഫലസ്തീനികളുടെ രാജ്യത്ത് കടന്നു വന്ന അവർക്ക് നേരെ ക്രൂരമായി നിറയൊഴിക്കുന്ന ഇസ്രായേലിനെതിരെ അവരുടെ ക്രൂരമായ വെടിയമ്പുകൾക്ക് വെടിയൊച്ചകൾക്ക് നേരില്ലെങ്കിൽ അവരുടെ ക്രൂരമായ അതിക്രമങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഒരു ചെറിയ കൈത്തോക്ക് പോലും ഫലസ്തീനികളുടെ കയ്യിലില്ല. ഫലസ്തീനികൾക്ക് തോക്ക് കൊടുക്കാൻ പാടില്ല. മറ്റവർക്ക് തോക്കും ആയുധങ്ങളും വേണ്ടതൊക്കെ ഇറക്കി കൊടുക്കാം. ആരോട് യുദ്ധം ചെയ്യാൻ? ഈ പാവം പച്ച മനുഷ്യനോട്. എന്താ ഫലസ്തീൻ നടക്കുന്നത്? നേരെ പോയി കണ്ടാൽ ഹൃദയം വല്ലാതെ വേദനിച്ചു പോകുന്ന സംഭവങ്ങളാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ലോകത്തെ ഏറ്റവും വലിയ അനീതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പറയാൻ ആരെങ്കിലും ഉണ്ടോ? ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ലോകം ഇത് കാണുന്നില്ലേ? ലോകം പച്ചയായി കാണുന്നുണ്ടല്ലോ. ഇത് കുഞ്ഞുമക്കളെ പിടിച്ചു കൊണ്ടുപോകുന്നത്, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുമക്കളുടെ തലക്ക് നേരെ ബോംബെറിയുന്നത്,
അനങ്ങാൻ ആരെങ്കിലും ഉണ്ടായോ എന്റെ പ്രിയമുള്ള സഹോദര? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും വലിയ അനീതി നടക്കുന്ന രാജ്യത്തിന്റെ ഭോജനം മൂന്നാമതായി ഇമാം മഹദിയുടെ കരങ്ങളിലൂടെയായിരിക്കും. ആ കാലത്തിന്റെ സ്വഭാവം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ആ സമയത്തതാ ലോകം മുഴുവൻ ഫലസ്തീനിനെ അവഗണിച്ചു കളയുമ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രപഞ്ചം അവരുടെ കൂടെ കൂടുന്നതാണ്. ഭൂമിയിലെ കല്ലും മണ്ണും മരങ്ങളും ഫലസ്തീനികളുടെ ഒപ്പം ചേരുന്നതാണ്. ഈ പോരാട്ടത്തിന്റെ അവസാനം എങ്ങനെ? ആയുധമില്ലാതെ അവരുടെ വെടിമാർ വെടിയുണ്ടകൾക്ക് മുമ്പിൽ അവരുടെ വെടിമാർ വിരിച്ചു കൊടുക്കുന്ന ഫലസ്തീനികൾക്ക് തോക്കില്ല, ആയുധങ്ങളില്ല, ബോംബില്ല, ബോംബർ വിമാനങ്ങളില്ല, ഒരു എയർപോർട്ട് പോലുമില്ല. അവിടെ നിന്നൊരു ഫ്ലൈറ്റ് വാങ്ങാനോ ഇസ്രായേലിന്റെ സമ്മതം വേണം. ബോർഡറുകൾ മുഴുവൻ അവരുടെ കയ്യിൽ അവരടക്കി വെച്ചിരിക്കുകയാണ്. ഒരു വണ്ടി അങ്ങ് പോകണോ, ബോർഡർ കടന്നു പോകണോ, ഇസ്രായേലിന്റെ സമ്മതം വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്ര വലിയ അനീതി നടക്കുന്ന കാലമാകുമ്പോൾ മരങ്ങളും കല്ലുകളും വരെ ഫലസ്തീനികളുടെ കൂടെ കൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ അവസാനം അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ അവസാനം അതാ ഫലസ്തീനിനെ കൊന്നൊടുക്കുന്ന ജൂതന്മാർക്കെതിരായി കല്ലുകൾ പണിയെടുക്കാൻ തുടങ്ങുന്നു, മരങ്ങൾ പണിയെടുക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ അവസാനം അതാ മഹ്ദി ഇമാം കടന്നു വരുന്നു. അതിശക്തമായ പോരാട്ടം നടക്കുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജൂതന്മാർ നാല് ഭാഗവും ചിതറിയോടുമത്രേ. ചിതറിയോടുമ്പോഴാണ് ജൂതന്മാർ മരങ്ങളുടെ പിന്നിൽ പോയി ഒളിച്ചിരിക്കുന്നു. കല്ലുകൾക്ക് പിന്നിൽ പോയി ഒളിച്ചിരിക്കുമ്പോഴാണ് കല്ലുകളും മരങ്ങളും അവരോട് വിളിച്ചു പറയുമത്രേ, യാ മുസ്ലിമോ മുസ്ലിമേ, എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട്, അവനെ കൊന്നുകളയണമെന്ന് കല്ലുകളും മരങ്ങളും വിളിച്ചു പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും വലിയ നീതിമാന്റെ കാലഘട്ടത്തിലാകുന്നതെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഇല്ലൽ ഹറഖദ്, ഹറഖദ് എന്ന് പറയുന്ന മരമൊഴികെ ആ മരം ആ മരത്തിന്റെ പിന്നിൽ ഒരു ജൂതൻ പോയി ഒളിച്ചിരുന്നാൽ ആ മരം പറഞ്ഞു കൊടുക്കില്ല, അത് ജൂതന്മാരുടെ മരത്തിന്റെ പെട്ട മരമാണ്, ജൂതന്മാരുടെ കൂടെയാണ് ആ മരമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അപ്പം മരങ്ങൾക്കും പാർട്ടിയുണ്ട് നാം മനസ്സിലാവുന്നു. മരങ്ങൾക്കും പാർട്ടിയുണ്ടെന്ന് എന്റെ ഹബീബ് പറയാൻ ഹറഖദ് പറയുന്ന മരം ജൂതന്മാരുടെ കൂടെയാണ്, അനീതിക്ക് കൂട്ടുനിൽക്കുന്ന മരമാണ്. വേറെല്ലാ വൃക്ഷങ്ങളും അനീതിക്കെതിരെ അതിശക്തമായി സംസാരിക്കുന്ന കാലം വരുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് നബി പറയാണ്, ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടുന്നവരെ ലോകാവസാനമില്ല. പിന്നെയും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കസറത്തുൽ ആളുകൾ ധാരാളം പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഹദി വരാനുള്ള കാലം അടുത്തുവെന്നാണ്. രോഗം പിടിച്ച ആടുകൾ മരിക്കുന്ന പോലെ, രോഗം പിടിച്ച് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്ന പോലെ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ആളുകൾ പ്രതിവിധിയില്ലാതെ മരുന്നില്ലാതെ രോഗങ്ങൾ പിടിപെട്ട് ഇങ്ങനെ മരിക്കുന്ന കാലമായ അതിന്റെ മഹദിയുടെ കാലമായെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയിപ്പിക്കുകയാണ്. അതേപോലെ കസറത്തുൽ സമ്പത്ത് ധാരാളം വർദ്ധിച്ചു വരുന്നതാണ്. സമ്പത്തിന്റെ ആധിക്യം വർദ്ധനവ് എത്രത്തോളം റസൂലുള്ളാഹി പറയാൻ, ഒരു പാവപ്പെട്ട മനുഷ്യനൊരു വീട്ടിലേക്ക് കയറി വരാൻ, അയാൾക്ക് ഒരു 5 റുപ്യയുടെ കോയിൻ എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ ഒരു 10 റുപ്യ എടുത്തു കൊടുത്തു, എന്നാ പോലും അയാൾ ദേഷ്യം പിടിക്കാണ്. എത്രത്തോളം എന്നറിയുമോ? ഒരാൾക്ക് 100 റുപ്യ അല്ലെങ്കിൽ 100 ദീനാർ, ദീനാർ ഉപയോഗിക്കുന്ന നാട് നോക്കി പറഞ്ഞതാണ്. 100 റുപ്യ പോലും ഒരാളുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്താൽ അയാൾ ദേഷ്യം പിടിക്കും. ആ കാലം അടുത്തിട്ടില്ല നോക്കിങ്ങള്. 5 റുപ്യന്റെ കൊടുത്താൻ വീട്ടിൽ വന്ന ആളാ, യാചിച്ചു വന്ന ആളാ, 5 റുപ്യ കയ്യിലെടുത്തിട്ട് ഒരൊറ്റ വേറെ അത് 5 റുപ്യ. ഞാൻ ഇതിന് വന്നതാ, വെറുതെ കൊടുത്തതവനെ. 10 റുപ്യയുടെ ഒരു കോയിൻ കൊടുത്തതാണ്, അയാൾ ദേഷ്യം പിടിച്ച് എറിയാണ്.
എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ആധിക്യം ഉണ്ടാവുകയും പണത്തിന് യാതൊരു നിലയും വിലയുമില്ലാത്ത കാലം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അവർക്ക് പറയൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള കാലം വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, യാചകർക്ക് പോലും നമ്മൾ എന്തെങ്കിലും എടുത്തു കൊടുത്താൽ കിട്ടിയത് പോരാത്തത് കൊണ്ട് അവർ ദേഷ്യം പിടിക്കുന്ന കാലം വന്നാൽ മനസ്സിലാക്കണം, എന്റെ മഹദി വരാനുള്ള കാലമായി എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും എണ്ണിച്ചിരാണ്. പിന്നീട് അറബികളിൽ ഒരു വമ്പൻ നാശം സംഭവിക്കാറുണ്ട്. അറബികൾക്ക് മഹാനാശം കടന്നു വരാറുണ്ട്. അറബികളുടെ എല്ലാ വീടുകളിലും ആ നാശം കടന്നു കയറും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുവരെയും ഖിയാമത്ത് നാളില്ല. പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആറാമത്തെ അടയാളം ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്വഭാവങ്ങൾ പറയാ. അറബികളുടെ എല്ലാ വീട്ടിലും നാശം കയറി വരാനുണ്ട്. അങ്ങനെ തന്നെ ആയില്ലേ? അങ്ങനെ ആയില്ലേ? അയ്യോ, ആദ്യം ഇറാഖ് പോയി. ആദ്യം അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ടായി. അഫ്ഗാനിലെ എല്ലാ വീടുകളിലും അത് കടന്നു കയറി. പിന്നെ ഇറാഖായി, പിന്നെ ഇറാഖായി, പിന്നെ ലിബിയയായി, പിന്നെ ഈജിപ്തായി. അതിനിടക്ക് പല രാജ്യങ്ങളായി. മുസ്ലിം രാജ്യങ്ങളിൽ തന്നെയാണല്ലോ പ്രശ്നം. എല്ലാവരും പറയും വേറെ രാജ്യത്തൊന്നും ഒരു പ്രശ്നമില്ല, മുസ്ലിം രാജ്യത്തന്നെ പ്രശ്നം. ഈ പറഞ്ഞത് ആള് വരാനായി. എല്ലാ അറബികളുടെ വീടുകളിലേക്കും ആ നാശം കടന്നു കയറുന്നതാണ്. സമാധാനമുള്ളൊരു നാടുണ്ടായിരുന്നു സൗദി അറേബ്യ എന്ന് നമ്മൾ പറയാറുണ്ട്. സൗദിയുടെയും ആഭ്യന്തരം കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ്. സൗദിയുടെ ആഭ്യന്തരവും കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, ഏത് സമയത്താണ് ആ വമ്പൻ നാശം മുഴു സൗദിയുടെയും വീടുകളിലേക്ക് കയറി വരിക എന്ന ഭയത്തിലാണ് അവർ. മാത്രമോ എന്റെ പ്രിയമുള്ളവരെ, യുഎയും അല്ലാത്ത ഭയത്തിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയുമോ എന്നറിയില്ല, ഈജിപ്തിൽ നിന്നും മറ്റുമൊക്കെ വരാറുള്ള ഹാഫിദീങ്ങളെയായിരുന്നു അവിടെയുള്ള പള്ളികളുടെ ഇമാമുമാരായി നിശ്ചയിക്കാറുള്ളത്. ഈ ഇമാമുമാർ പല ഭീകരവാദ പ്രവർത്തനവും നടത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവരെല്ലാം തിരിച്ചുവിട്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇമാമുമാരെ കൊണ്ടുപോയിരിക്കുകയാണിപ്പോൾ. 600 ചില്ലാനം പുതിയ ഇമാമമാരെ നിയമിക്കാൻ പോകുകയാണ് യുഎഇ എന്ന് പറയുന്ന രാജ്യം. എന്റെ അറബികളുടെ എല്ലാ വീടുകളിലേക്കും കയറി വരുന്ന നാശമെന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അറബികൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല എന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് സ്വസ്ഥത ഇല്ലാത്ത കാലവും അത് ആണോ എന്ന് ചിന്തിക്കണേ. ഇത് നമ്മള് ഈ ഒരു കോളാരി പോലുള്ള സാധു ഉമ്മമാരുള്ള നാട്ടിലല്ല ഇത് പറയേണ്ടത്. അപ്പൊ നിങ്ങൾ ഞമ്മക്കൊരു തിരിയാത്തോന്നല്ല, ഇവിടെ നമുക്ക് ആ പച്ച നാടൻ വയലാ നല്ലത്. ഇതാനുകാലികമായ ചില സംഭവവികാസങ്ങളുമായി ബന്ധവും പരിചയമുള്ള ആളുകളുടെ മുമ്പിലാണ് നമ്മളിത് പറയേണ്ടത്. കാലം അടുത്തു വന്നു എന്ന് മനസ്സിലാക്കാൻ ഹദീസ് വിശദീകരിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ തൊട്ടുപോവാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, 6ാമത്തെ ലക്ഷണം പറയാൻ, നിങ്ങൾക്കും പാശ്ചാത്യർക്കും ഇടയിൽ ഒരു സന്ധി ഉണ്ടാകും. നിങ്ങൾക്കും പാശ്ചാത്യർക്കും ഇടയിൽ ഒരു സന്ധി ഉണ്ടാകും. തുടർന്നവരെ അവർ നിങ്ങളെ ചതിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഒരു ബോധമില്ല. നിങ്ങൾ പടിഞ്ഞാറിന്റെ കൂടെ കൂടണ്ട, യൂറോപ്പിനോട് നിങ്ങൾ സന്ധിയാവണ്ട. നിങ്ങൾ പാശ്ചാത്യരുണ്ടാക്കുന്ന സന്ധിയിൽ അവർ അവസാനം നിങ്ങളെ വഞ്ചിക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, നിങ്ങളെ നേരിടാനായി 80 കൊടികൾക്ക് കീഴിലായവർ നിങ്ങളുടെ രാജ്യത്ത് വരുന്നതാണ്. നിങ്ങളെ നേരിടാനായി 80 കൊടികൾക്ക് കീഴിലായി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 80 രാജ്യങ്ങൾ പാശ്ചാത്യ സഖ്യത്തിന്റെ കൂടെ ഉണ്ടാകുമെന്നാവാം ആ സൂചന. 80 കൊടി എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിന് ഓരോ കൊടി ഉണ്ടാവുമല്ലോ. 80 കൊടികൾക്ക് കീഴിലായി എന്ന് പറഞ്ഞാൽ പാശ്ചാത്യരോടൊന്നും ഹബീബ് പറയാണ്, മുസ്ലിം രാജ്യങ്ങളോട് നിങ്ങളും അവരുമായി സന്ധിയിൽ ഏർപ്പെടുന്നതാണ്. അവർ നിങ്ങളോട് സമാധാന സന്ധി ഉണ്ടാക്കുന്നതാണ്. ആ സന്ധിയുടെ അവസാനം അവർ നിങ്ങളെ വഞ്ചിക്കും. അവസാനം 80 രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് നിങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങളെ ആക്രമിക്കാൻ അവരെ കടന്നു വരും. യാതൊരു സംശയവും വേണ്ട. കുവൈത്തിൽ അവർ അവരുടെ ആസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒമാനിൽ അവരുടെ ആസ്ഥാനമുണ്ട്, സൈനിക ആസ്ഥാനമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ നിങ്ങളുടെ മണ്ണിലേക്ക് വരുന്ന എല്ലായിടത്തും ആസ്ഥാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണങ്ങനെ, ഓരോ കൊടിക്ക് കീഴിലും 12,000 സൈനികരുണ്ടാകും.
ഓരോ രാജ്യത്തും 12,000 സൈനികരാവും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പറയാ. അങ്ങനെ ഒരു മഹായുദ്ധം ലോകത്ത് നടക്കാനുണ്ട്. അത് മഹാനായ ഇമാം മഹ്ദി. ഉറക്കച്ചുള്ള ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോട് ചേർന്നാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ. ഈ വിഷയം നമ്മൾ എവിടെയും പറഞ്ഞെത്തിക്കാൻ നമുക്ക് കഴിയില്ല എന്നെനിക്ക് തോന്നുന്നു. ശ്രദ്ധിക്കണം. വേറെ ചില അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കണമെന്ന് ശ്രദ്ധിക്കണങ്ങൾ. അന്ന് സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഉടനെ ഇമാം മഹദിയെ പ്രതീക്ഷിക്കാന്ന് അതിന്റെ അർത്ഥം. ഇമാം മഹദി അപ്പോ ജനിച്ചു ജീവിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു നമുക്ക് ഈ അടയാളങ്ങൾ പരിശോധിക്കുമ്പോൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ തന്ന അടയാളമാണ്. ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ലോകം പ്രദേശിക്കുന്ന ദീനിമാനായ നേതാവ് കടന്നു വരുന്നതിന്റെ തൊട്ടുമുമ്പുള്ള കാലത്തിന്റെ സ്വഭാവം ഞാൻ വേട് പറഞ്ഞിട്ട് അർത്ഥം വെക്കുന്നു. കാരണം വിശദീകരിക്കാൻ സമയം ഉണ്ടാവില്ല. ഞാനൊരു 12 മണിയാകുമ്പോൾ വേറെ പോകണമെന്നാണ് വിചാരിക്കണം. പോരെ 1 മണിയാണ് ഇപ്പൊ അടച്ച മൊയ്തുകാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞതിന് മൂപ്പർക്ക് ഇരുന്ന് കേട്ടാൽ മതിയോ? ഇത് പറയാനല്ല ഭയങ്കര അധ്വാനം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ. അന്റെ ഹബീബ് പറയാൻ ഇസ്ലാം തുടങ്ങിയത് വിദേശിയായിട്ടാണ്, പരദേശിയായാണ്. വസയഊദു കമാ ബദഅ തുടങ്ങിയതുപോലെ ഇസ്ലാം തിരിച്ചു പോകുന്നതാണ്. പറഞ്ഞാൽ ഇസ്ലാമിന്റെ തുടക്കത്തിൽ പുണ്യദീനിനെ സഹായിക്കാൻ ആളില്ലാത്ത ഘട്ടം വന്ന പോലെ അവസാന കാലമാകുമ്പോഴും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ തൊട്ടുമുമ്പുള്ള കാലത്തിന്റെ സ്വഭാവം റസൂലുള്ള എന്ന അക്കാലമാകുമ്പോൾ ദീനിനെ സഹായിക്കാൻ ആളില്ലാതെ വരുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ ഇന്നുണ്ടോന്ന് ചിന്തിക്കണം. ഇന്നൊക്കെ സംഘടന സഹായിക്കാനല്ലേ ആളില്ല ഇല്ലേ? നിങ്ങളോട് ദേഷ്യം പിടിക്കരുതേ. സംഘടനയെ സഹായിക്കാനല്ലേ ആളുള്ളൂ. തങ്ങളുടെ അനുയായികളാകണം ഏറ്റവും കൂടുതലെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അന്ത്യനാൾ വരുമ്പോൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ തൊട്ടുമുമ്പുള്ള സ്വഭാവം അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ദീനിനെ സഹായിക്കാൻ ആളില്ലാതെയാവും. നിങ്ങൾക്ക് തുറന്നു പറയാൻ വലിയ വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ദീനിനെ സഹായിക്കാൻ ആളില്ലാതാവും. എന്തിനേറെ ദീനിന്റെ പച്ച ശത്രുക്കളെ വരെ കൂട്ടുപിടിക്കും. എന്തിന്? തങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ. അങ്ങനെയുള്ള കാലം വരും. ആ കാലങ്ങളും മഹ്ദി ഇമാമിനോട് ചേർന്ന കാലാന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പത്രേ പറഞ്ഞോളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി മുഴുവൻ ഇരുന്ന് കേൾക്കണം നിങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദര. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ടിനെയാണ് പോന്ന് അവസാന കാലം വരുമ്പോൾ ദീനിനെ സഹായിക്കാൻ ആളില്ലാതെയാവും. അങ്ങനൊരു കാലം വരും. അല്ലാഹുവിന്റെ ഹബീബ് പിന്നെയും പറയുന്നു. ഇമാം മുസ്ലിമും ബുഖാരിയും ഉദ്ധരിച്ച ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്നഹു ഖാല മഹാനായ റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലതത്തബിഉന്ന സുനനല്ലദീന മൻ കാന ഖബല തത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബറൻ ബിശിബരിൻ വദിറാഅൻ ബിദിറാ. എന്റെ ഉമ്മത്തെ, എന്റെ മുമ്പുള്ള സമുദായത്തെ അക്ഷരപ്രതി പിൻപറ്റുന്ന കാലം വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ സമുദായം എന്റെ മുമ്പുണ്ടായിരുന്ന സമുദായത്തെ പിൻപറ്റുന്ന കാലം വരും. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ എന്താവും? മുസ്ലിങ്ങൾ ജൂതന്മാരെയും ക്രൈസ്തവരെയൊക്കെ പിൻപറ്റുന്ന ആളുകളാവും. മുസ്ലിങ്ങൾ ജൂതന്മാരെയും ക്രൈസ്തവരെയൊക്കെ പിൻപറ്റുന്ന ആൾക്കാരാവും. റസൂലുള്ളാഹിനെ കൈവടിയും. ഇന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമോന്നറിയില്ല. വേഷവിധാനങ്ങൾ പോലും ജൂതന്റെതാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂതന്റെ വേഷം എന്താ? ഹൈറ്റ് വസ്ത്രം എന്നത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല, ജൂതന്റെതാണ്. ചന്തിമൽ പേന്റെടുക്കുക എന്നത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല, ജൂതന്റെതാണ്. പെണ്ണാണിന്റെ വേഷം
ധരിക്കുക എന്നത് ഇസ്ലാമിന്റെതല്ല, ജൂതന്റെതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ വൽ മുതശബ്ബിഹീന വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർ റിജാൽ. ആണിനോട് സദൃശമാകാൻ ശ്രമിക്കുന്ന പെണ്ണിനെയും പെണ്ണിനോട് സദൃശമാകാൻ ശ്രമിക്കുന്ന ആണിനെയും അല്ലാഹുവിന്റെ ഹബീബ് ലഅനത്ത് ചെയ്തിരിക്കുകയാണ്. റസൂലുള്ളാഹി ലഅനത്ത് ചൊല്ലിയിട്ടുണ്ട്. നമ്മൾ പെൺകുട്ടിയൊക്കെ ടൈറ്റ് ജീൻ പാന്റ് ഉടുത്തു കൊടുക്കുക, ജൂതന്റെ സംസ്കാരമാണ്. لتتبعن سنن من كان قبلكم شبرا بشبر وذراعا بذراع. നിങ്ങൾ ചാണിന് ചാണെന്നോണം മുഴത്തിന് മുഴമെന്നോണം ജൂത ക്രൈസ്തവരെ നിങ്ങൾ പിൻപറ്റുന്നതാണ്. ഇമാമ വരാനായി എന്നുള്ള കാലത്തിന്റെ അടയാളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുതരിക അല്ലേ. കുട്ടികൾ ജനിച്ച ദിവസം വാർഷികമാകുമ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുക, കേക്ക് മുറിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുക. പെങ്ങളെ, കേക്ക് മുറിക്കുക എന്നത് നിന്റെ ദീൻ നിന്നെ പഠിപ്പിച്ച സംസ്കാരമല്ല. നീ അത് ചെയ്താൽ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരാൾ മറ്റൊരു മതത്തിന്റെ സംസ്കാരം സ്വീകരിച്ചാൽ അയാൾ ആ മതത്തിന്റെ കൂടെയാണ്. എന്റെ ഉമ്മത്തിൽ അവനെ വേണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളെ സംസ്കാരമല്ല. നീ കേക്ക് മുറിച്ചോ, അള്ളാഹിന്റെ ഹബീബിനെതിരായ ആളാണ് നീ. തത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബറൻ ബിശിബറിൻ വദിറാഅൻ ബിദിറാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, നബിയെ ആരാണത്? അൽ യഹൂദ വന്നസാറ, യഹൂദ ക്രൈസ്തവരെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് നബിയെ? റസൂലുള്ളാഹി ഫമൻഹും, അവരല്ലാതെ പിന്നെ ആരാ? മറ്റു മതത്തിന്റെ സംസ്കാരം നമ്മൾ വാരി വിഴുങ്ങ. ഈ ലോകാവസാനത്തിൽ ഇമാം മഹദി വരുന്ന തൊട്ടു മുമ്പുള്ള സ്വഭാവമാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. വിഷു ഹൈന്ദവ സഹോദരങ്ങളുടെ ആഘോഷമാണ്. പടക്കം പൊട്ടിക്കുക അവരുടെ മതവുമായി ബന്ധപ്പെട്ട ആചാരം. അവരത് ചെയ്തോട്ടെ, അവരത് ചെയ്യട്ടെ. ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനോടെന്താകുന്നു? നമ്മുടെ സഹോദര സമുദായത്തിലെ സഹോദരങ്ങളാണ്. അവരവരുടെ ആരാധനയുടെ ഭാഗം നിർവഹിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ അവരുടെ ആരാധനാ കർമ്മങ്ങൾ അവർ നിർവഹിക്കുന്നതിൽ നമ്മൾ എന്തല്ല, നമ്മൾ എതിരല്ല. അതവരെ ചെയ്യട്ടെ, അവരുടെ മതത്തിന്റെ ആചാരങ്ങളാണ്, ചിഹ്നങ്ങളാണ്. പക്ഷേ മുസ്ലിമേ, നീ എങ്ങനെ വെടിമരുന്നിന് തീ കൊടുക്കാൻ പോകുന്നു? നിന്റെ മതം നിന്നെ അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. നിന്റെ മതം നിന്നെ അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ? നിന്റെ മതം നിന്നെ അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. മൗലാനാ മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞ പോലെ, ഞാൻ ഒന്നാമതായും മുസ്ലിമാണ്, ഞാൻ ഒന്നാമതായും ഇന്ത്യക്കാരനാണ്, രണ്ടാമതായും ഇന്ത്യക്കാരനാണ്, മൂന്നാമതായും ഇന്ത്യക്കാരനാണ്. ഞാൻ ഒന്നാമതായും മുസ്ലിമാണ്, രണ്ടാമതായും മുസ്ലിമാണ്, മൂന്നാമതായും മുസ്ലിമാണ് ആണ്. ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതൊക്കെ ഇന്ത്യ മുസ്ലിമാണ്, ഇന്ത്യക്കാരനുമായി. നമുക്കൊരു മതവും സംസ്കാരമുണ്ട്. മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുള്ള മതസൗഹാർദ്ദം അതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഓണാഘോഷം എന്നത് വേറൊരു മതവിഭാഗത്തിന്റെ ഓണാഘോഷം. അത് മുസ്ലിം എങ്ങനെ അവന്റെ വീട്ടിന്റെ മുറ്റത്ത് പൂക്കളിടാം? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. വർക്കണ് പറയൂ, അല്ലാഹു ബോധം തരട്ടെ. അങ്ങനെയുള്ള ഒരു സംസ്കാരം വരുന്നത് നല്ലോണം പേടിക്കണം. അത് ഇമാം മഹദി കടന്നു വരുന്ന കാലത്തിന്റെ സ്വഭാവമാണ്. മതമേതായാലെന്ത്, മതമേതായാലെന്ത്, വിവാഹത്തിനെന്ത് തടസ്സമാണ്? ഞാനിപ്പോ ഇങ്ങനെ മലപ്പുറം ജില്ലയിലൊക്കെ പോകുമ്പോ ചില ബോർഡുകൾ കണ്ടു. എന്താ? എന്റെ ഏറ്റവും അടുത്ത ഒരു ഗേൾ ഫ്രണ്ട് മുസ്ലിമാണ്. എന്താ? ഒരു ക്രൈസ്തവന്റെ പേര് പോയില്ല. ഒരു ക്രൈസ്തവൻ ഇങ്ങനെ പറയണ, എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. എടപ്പാളെടുത്ത് ഞാനൊരു ബോർഡ് കണ്ടു. എന്താ? ദൈവം സന്ദേശം നൽകാനായി പറഞ്ഞയച്ചത് തന്നെ യേശുവിനെയാണ് എന്ന് അബ്ദുൽ അസീസ്.
അത് പറഞ്ഞിട്ടൊന്നുണ്ടാവില്ല അല്പം, അല്ലെങ്കിൽ ആ സംസ്കാരം മാറ്റണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ്. അതേപോലെ ഇന്നത്തെ കാര്യം എന്താ, മത ഏതായാലും ദിവസം ഒരു ചങ്ങായി ഒരു പെണ്ണിനെ ഇറക്കിക്കൊണ്ടിട്ടോ പറയാണ്, ഞാൻ നോക്കി നിസ്കരിക്കാൻ നിസ്കാരക്കുപ്പായൊക്കെ വാങ്ങി വെക്കണം. ഒരു പെണ്ണിനെ ഇറക്കിക്കൊണ്ടുപോയിട്ട് വേറെ മതസ്ഥന അവൻ പറയാണ്, ഞാൻ നോക്കി നിസ്കാരക്കുപ്പായം പായൊക്കെ വാങ്ങിച്ചു വെക്കുന്നു, ഓളിപ്പോഴും നിസ്കരിക്കണമൊക്കെ ഉണ്ട്. നിസ്കരിച്ചാൽ പോരെ മങ്ങളെ, നിസ്കരിച്ചാൽ പോരാ. കുഫറിനെ നീ ഇഷ്ടപ്പെട്ടാൽ നീ അവരുടെ കൂടെയാണ് എന്ന കാര്യത്തിൽ സംശയിക്കുകയേ ചെയ്യേണ്ടതില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. ഞാൻ പറഞ്ഞത്, അന്യമതസ്ഥരുടെ ചിഹ്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗങ്ങളാക്കി മാറ്റുക, അത് ഇമാം മഹദി കടന്നു വരുന്ന തൊട്ടുമുമ്പുള്ള അടയാളം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അടുത്ത അടയാളം റസൂലുള്ളാഹി പറയുന്നു, നല്ല നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യരൊക്കെ മരിച്ചു പോകും. എന്നിട്ട് കാരക്കയുടെയും അതേപോലെ കാരക്കയുടെയും ബാർലിയുടെയും ഒക്കെ തൊലികൾ മാത്രമുള്ള ആളുകൾ, തൊലികൾ പോലെയുള്ള ആളുകൾ ബാക്കിയാവാ. ഉള്ളിൽ കഴമ്പൊന്നും ഉണ്ടാവില്ല, വെറും തൊലി മാത്രം. തൊലി മാത്രം തന്നെ എന്താ, ഓന് പറയും അതായാലും കുഴപ്പമില്ല, അതായാലും കുഴപ്പമില്ല, ഒക്കെ ശരി തന്നെയാണ്, അവന് വലിയ പിടുത്തൊന്നുമില്ല. ഇന്നത്തെ ഒരു 80% മനുഷ്യന്മാരാണ്, നിങ്ങളല്ല കേട്ടോ, കോളാരിക്കാരല്ലേ, ഒരു 80% മനുഷ്യന്മാർ അങ്ങനല്ലേ എന്ന് ആലോചിച്ചു. മഹദിമാമ വരാനായി എന്നാണ് ഇതർത്ഥം. ലാ യുബാലിഹിമുല്ലാഹു ബാലാ, അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു പരിഗണിക്കുകയേ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി അടുത്തത് കേട്ടോളൂ, പൊന്നു നബി പറയാണ്, വിശ്വാസത്തിൽ നാശം വരുന്നതാണ്. എല്ലാ ഭാഗങ്ങളിലും നാശം വരും, മാത്രമല്ല വിശ്വാസത്തിലും നാശം വരുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ആ വിശ്വാസത്തിൽ നാശം വന്നിട്ട് ഏതാണ് സത്യം എന്ന് തിരിച്ചറിയാൻ കഴിയാതെ എന്റെ ഉമ്മത്ത് പ്രയാസപ്പെട്ടു പോകുന്നതാണ്. അങ്ങനൊരു കാലം വരാനുണ്ട്, ഏതാ സത്യം തിരിയില്ല, ആകെ അങ്കലാപ്പിലാവും. അങ്ങനത്തെ കാലല്ലേ. ഇന്നൊരാൾ ഇവിടെ വഴന്നു പറഞ്ഞു, അപ്പൊ തോന്നാ ഇതാ ശരി. നാളെ ഒരുത്തം വന്ന് അയാളും ഖുർആൻ തന്നെ പറഞ്ഞു, അപ്പൊ അവർക്ക് തോന്നി നാളത്തതാ ശരി. മറ്റന്നാൾ വേറൊരുത്തം വന്ന് പറഞ്ഞു, അപ്പൊ അതാ ശരി എന്ന് പറഞ്ഞാൽ ഏതാ ശരിയില്ല. എല്ലാരും പറഞ്ഞു ഖുർആനും ഹദീസും തന്നെയാണ്. ആകെ അങ്കലാപ്പിലായി പോവാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വിശ്വാസത്തിൽ അങ്ങനെ നാശം വന്ന് ചേരുന്നതാ. അന്നുള്ള ആളുകളുടെ കൽബി വിശ്വാസം ഉറക്കാത്ത കാലമാകുമെന്നിട്ട് റസൂലുള്ളാഹി പറയാ. ആ കാലത്ത് ഏറ്റവും നല്ല സ്വത്തെന്ന് പറയുന്നത് ഒരൽപ്പം ആടുകളുമായി മലമുകളിലേക്ക് കയറിപ്പോകലാണ്. എന്നിട്ട് ആടുകളെ മേച്ച് അതിന്റെ പാല് കറന്നു കുടിച്ച് ആ മലമുകളിൽ തന്നെ ജീവിക്കലാണ്. യഫിറു ബിദീനിഹി മിനൽ ഫിതൻ, ദീനിലുണ്ടാകുന്ന നാശം പേടിച്ച് തോടിപ്പോകുന്ന ആളുടെ കയ്യിലുള്ള ആടാണ് അന്ന് ലോകത്തെ ഏറ്റവും നല്ല സ്വത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്, യകൂനു ഫീ ആഖിരിൽ സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. ലോകാവസാനമാകുമ്പോൾ ദജ്ജാലികളായ ഖദ്ദാബീങ്ങളായ കള്ളം പറയുന്ന ധാരാളം ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. യതൂനകും മിനൽ ഹദീദി ബിമാ ലം തസ്മാ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പൂർവികന്മാരോ കേട്ടിട്ടില്ലാത്ത ചില വാദങ്ങളുമായി വരെ കടന്നു വരുന്നതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫയ്യാകും വയ്യാഹും, നിങ്ങൾ നിങ്ങളെയും സൂക്ഷിക്കണം അവരെയും സൂക്ഷിക്കണം. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം അവരെയും സൂക്ഷിക്കണം. ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും, ഓലേറ്റ് നിങ്ങൾ ചങ്ങാത്തം കൂടി ചങ്ങാത്തം കൂടിയ ഓല വിശ്വാസവും സ്വഭാവങ്ങളിലും വരുമെന്ന്. ഞാൻ ഉസ്താദെ ഓല കൂടെ നടക്കുന്നൊന്നും ഓല വിശ്വാസം നിങ്ങൾക്കില്ല, അത് പറയണ്ട, അത് ശരിയല്ല. ഉണ്ണനബി പറഞ്ഞ അത് പയ്യെ പയ്യെ നിങ്ങളിലേക്ക് കയറി വരും, അതിന്റെ ഗൗരവം കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ അത്തരം ആളുകളുടെ കൂടെ കൂടരുത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോളൂ, അടുത്തതൊന്നാന്റെ ഹബീബ് പറയാണ്, ഖദാബ് ബിൻ മഅദി കരീബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഖുർആൻ മാത്രം മതി എന്ന വാദക്കാർ രംഗത്ത് വരും. ഖുർആൻ മതി എന്ന വാദക്കാർ രംഗത്ത് വരാൻ പോകുന്നുണ്ട്. ഹദീസൊന്നും വേണ്ട. ആ കാലങ്ങൾ കണ്ടാൽ മനസ്സിലാക്കണം, ഇമാം മഹദി അതിനോട് ചേർന്ന് വരാനുണ്ട്. അല്ലാഹുവിന്റെ
അള്ളാന്റെ ഹബീബ് പറയാണ്, നിങ്ങൾ അറിയണേ, ഇന്നി ഊതീതുൽ ഖുർആൻ, എനിക്ക് അല്ലാഹു ഖുർആൻ തന്നിട്ടുണ്ട്. വമിസ്ലഹു മഅഹു, ഖുർആനെ പോലോത്തതും അതിനോടൊപ്പം അല്ലാഹു തന്നിട്ടുണ്ട്. യൂശികു റജുലുൻ സബആ, വയറ് നിറഞ്ഞ വലിയ വയറനായ ഒരാൾ, അയാൾ അല അരീകത്തി, തന്റെ ചന്തിയുടെ മുകളിൽ അയാൾ ഇരുന്നിട്ട് യഖൂലു, അയാൾ അങ്ങനെ പറയുന്നുണ്ടാകും, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ മുറുകെ പിടിച്ചോളൂ. വമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫാഹില്ലൂ, ഖുർആനിൽ അല്ലാഹു ഹലാലാക്കിയത് നിങ്ങൾ ഹലാലാക്കിക്കോളൂ. വമാ വജത്തും ഫീഹി മിൻ ഹറാം ഫഹർരിമൂ, ഖുർആൻ ഹറാമാക്കിയത് നിങ്ങൾ ഹറാമാക്കുകയും ചെയ്തോളൂ. ഫഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതല്ലാതെ റസൂലുള്ളാഹി ഹറാമാക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പിടിച്ചാൽ മതി, വേറൊന്നും വേണ്ട എന്ന വാദക്കാർ രംഗത്ത് വരും. അത് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാലം അടുത്തിട്ടുണ്ട്. ഇത്ര അടയാളങ്ങൾ ആ സമയമില്ലല്ലോ പറഞ്ഞു തരാൻ, സമയമില്ലല്ലോ പറഞ്ഞു തരാൻ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, യൂശികു അയ്യതിയാലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാൻ അടുത്തിരിക്കുകയാണ്. മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മു, അന്ന് ഇസ്ലാം പേരിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മു, ഖുർആൻ അതിന്റെ രൂപത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല മസാജിദുഹും ആമിറ, ആ കാലഘട്ടത്തിലെ പള്ളികളെല്ലാം ജനനിബിഡമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയിലേക്ക് കയറി വരാൻ, നിസ്കരിക്കാൻ കയറി വരുന്ന ഒരാൾ പോലും ഹിദായത്ത് കിട്ടിയ ആളുകളാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊരു വർത്താനായി പറഞ്ഞോക്കെ. ആ കാലത്തെ പള്ളികളൊക്കെ ഭയങ്കര ജനനിബിഡമായിരിക്കും, ഭയങ്കര ആളായിരിക്കും നിസ്കരിക്കാൻ. പള്ളിയിൽ വരുന്ന ഒരാൾക്ക് പോലും ഹിദായത്ത് ഉണ്ടാവില്ല. ഉലമാഉഹും, ആ കാലത്തെ പണ്ഡിതന്മാർ, ശർറുമൻ തഹത അദീമിസ് സമാ, ആകാശത്തിലെ ചുവട്ടിലെ ഏറ്റവും വലിയ തമ്മാടികളാവും. ഞാൻ പറയില്ല, നല്ല ശ്രദ്ധിക്കണം. ആ കാലഘട്ടത്തിലെ ചില പണ്ഡിതന്മാർ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ തമ്മാടികളായിരിക്കും. ഒരു വർത്താന, എന്തൊരു വർത്താന. കാലം ഇത് തന്നെയല്ലേ. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ തമ്മാടികളാകോ, ഏറ്റവും വലിയ നാശകാരികളാകും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ. റസൂലുള്ളാഹി പറയാണ്, മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന, അവരാണ് നാശത്തിന് കാരണം, അവരാണ് നാശത്തിന് തുടക്കക്കാർ. അവർ മുഖേനയാണ് നാശമുണ്ടാവുക, ആ നാശം അവരിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സമയമായിട്ടുണ്ടോ? ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരാനുള്ള സമയമായിട്ടുണ്ടോ? ശ്രദ്ധിക്കൂ നിങ്ങൾ. ലോകത്ത് കാത്തിരിക്കുന്ന ഏറ്റവും വലിയ നീതിമാന്റെ കാലമായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ദീർഘമായി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്, ആരോഗ്യപരമായും അത്ര നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ചില നിർണായകമായ കാര്യങ്ങളാ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞിട്ട് പറയാൻ, സഹാബാ, ഈ അടയാളങ്ങളെല്ലാം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം സഹാബാ. ആ കാലം വരുമ്പോൾ അതുവരെ ജനങ്ങൾ ആകാശത്ത് കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകമായ വാൽ നക്ഷത്രം ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും സഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താന്ന് ശ്രദ്ധിക്കണം. പഴയ കാലത്ത് നമ്മൾ കാണാത്ത നക്ഷത്രങ്ങൾ ആകാശങ്ങളിൽ കാണാറുണ്ടോ? മേപ്പെട്ട് നോക്കാൻ സമയം, വാട്സപ്പ് നോക്കാൻ തന്നെ സമയം തയ്യില്ലേ? എന്താ മേപ്പെട്ട് നോക്കുന്നത്? എല്ലാവരും താഴത്തേക്കാണ് നോക്കുന്നത്. വയസ്സായ ഉമ്മമാര് വരെ വാട്സപ്പ് താഴത്തേക്കാണ് നോക്കുക, മേലേക്ക് നോക്കില്ല. മേലേക്ക് നോക്കണം കാലത്ത് റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ നിങ്ങൾ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ചില നക്ഷത്രങ്ങൾ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അക്കാലം നിങ്ങൾ ശ്രദ്ധിക്കണേ, യൂഫ്രട്ടീസ് നദിയുടെ ഒരു ഭാഗം വറ്റിപ്പോകുന്നത്, ആ ഭാഗത്ത് സ്വർണത്തിന്റെ ഖനികൾ ഉയർന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ
സദ്ദാം ഹുസൈൻ യൂഫ്രട്ടീസ് നദിയുടെ ഒരു ഭാഗം തിരിച്ചുവിട്ടിട്ടുണ്ട്. അള്ളാന്റെ ഹബീബ് പറയാ യൂഫ്രട്ടീസിൽ സ്വർണത്തിന്റെ ഖനികൾ പൊങ്ങി വരും. അള്ളാന്റെ റസൂല് പറയാൻ അതിന് വേണ്ടി യുദ്ധം നടക്കും. അപ്പൊ ഇറാഖിൽ ഇപ്പം IS-യുമായാണ് യുദ്ധം നടക്കുന്നതെങ്കിൽ ഇനിയൊരു യുദ്ധം നടക്കാറുണ്ട്, അത് സ്വർണ്ണവേട്ടയുടെ പേരിലാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇറാഖിൽ യുദ്ധം ക്ഷമിക്കാൻ പോവില്ല. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ കൊന്നില്ലേ, സയ്യിദുനാ ഹുസൈൻ. ഉറക്കെ പറയൂ, സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം എന്നാണോ ആ മണ്ണിൽ ചിന്തിയത്, പിന്നെ ആ മണ്ണിനൊരു സ്വസ്ഥത ലഭിച്ചിട്ടേ ഇല്ല. അള്ളാന്റെ ഹബീബ് പറയാണ്, യൂഫ്രട്ടീസിൽ അതിന്റെ നദിയുടെ ഭാഗം വറ്റിപ്പോവുകയും അതിൽ സ്വർണത്തിന്റെ ഖനികൾ ഉയർന്നു വരികയും ചെയ്യുന്നതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആ കാലഘട്ടത്തിൽ ഹിജാസ് അടക്കമുള്ള നാട് ഭരിക്കുന്ന ഒരു ശക്തനായ മുസ്ലിം ഭരണാധികാരി മരിച്ചു പോകുന്നതാണ്. പിന്നെ ഹിജാസ് അടക്കമുള്ള രാജ്യത്ത് ഭരിക്കുന്നത് ബലഹീനനായ ഒരു ഭരണാധികാരിയാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ശക്തനായ ഒരു ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്ക മദീന ഉൾക്കൊള്ളുന്ന പ്രദേശം സൗദി അറേബ്യ. സൗദി അറേബ്യ ഭരിക്കുന്ന ശക്തനായ ഒരു ഭരണാധികാരിയുടെ മരണശേഷം അശക്തനായ ഒരു ഭരണാധികാരി വരും. ഇപ്പൊ കഴിഞ്ഞതാണോ, നടക്കുന്നതാണോ, വരാനുള്ളതാണോ നോഫലം. ഏതായാലും ഒരു കാര്യം തീർച്ചയായും, അബ്ദുള്ള രാജാവ് നല്ല ശക്തനായിരുന്നു. അബ്ദുള്ള രാജാവിന്റെ അത്രയും വലിയ ഒരു ശക്തിയോ അല്ലെങ്കിൽ ഒരു ശക്തി സ്രോതസ്സോ ഇപ്പോഴാക്കില്ല എന്നുള്ളതും ഒരു സത്യം. ഇതന്നെയാണോ പറഞ്ഞ് ഇനി വരാനുള്ളതാണോ പറഞ്ഞ് അറിയില്ല. നോഫലം ഹബീബായി നബിയുനാ റസൂലേ. സൽമാൻ രാജാവ് ഇത്രയും കാലം യുദ്ധമില്ലാതെ പിടിച്ചെന്നല്ല, തന്ത്രം കൊണ്ട്. സൽമാൻ രാജാവിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം തന്നെ യുദ്ധം തുടങ്ങിയതാണെന്ന് പലരും എഴുതി. പല ചിന്തകന്മാരും വിചക്ഷണന്മാരും വിശകലനം ചെയ്തു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അപ്പോഴാണ് ആ വാൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടുക. പുണ്യ നബി പറഞ്ഞു, അങ്ങനെ കടന്നു വരുന്ന റമളാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയുള്ള റമളാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ റസൂൽ പറഞ്ഞത്? മഹദി ഇമാം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള റമളാനിൽ, ആ റമളാനിലെ ആദ്യത്തെ രാവ് വെള്ളിയാഴ്ച രാവാവും. ഈ കൊല്ലത്ത് റമളാൻ എല്ലാം നമുക്ക് സമാധാനിക്കാം. കാരണം ഈ കൊല്ലത്തെ റമളാൻ തിങ്കളോ ചൊവ്വയോ തുടങ്ങണമെന്ന് അല്ലേ? ആദ്യത്തെ രാവ് വെള്ളിയാഴ്ച രാവാവും. ആ രാവിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, എന്നിട്ട് അതേ റമളാനിലെ 15ാമത്തെ പകൽ സൂര്യഗ്രഹണം ഉണ്ടാകുന്നതാണ്. ആ 15ാമത്തെ പകൽ വെള്ളിയാകുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറയാണ്, ആ 15ാമത്തെ പകലിനോട് ചേർന്നുള്ള സുബഹി ഉണ്ടല്ലോ, ആ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സഹാബ നിങ്ങളൊക്കെ വീടുകളിലേക്ക് കയറി പോകണം. എന്നിട്ട് നിങ്ങളുടെ വീടിന്റെ കതക് നിങ്ങൾ അടക്കണം, വീടിന്റെ ദ്വാരങ്ങൾ നിങ്ങൾ അടക്കണം, നിങ്ങളുടെ ചെവികൾ നിങ്ങൾ അടക്കണം. സുജൂദിലായി നിങ്ങൾ വീഴേണ്ടതാണ്. ഘോരമായൊരു ശബ്ദം കേൾക്കും സഹാബ. ആ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, സുബ്ഹാനൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ ഖുദ്ദൂസ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ആര് പറഞ്ഞോ നജാ, അവർ രക്ഷപ്പെടുന്നതാണ്. ആരങ്ങനെ പറഞ്ഞില്ലയോ ഹലക, അയാൾ നശിച്ചു പോവുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, റമദാൻ കഴിഞ്ഞു പെടുന്ന തൊട്ട് ശവ്വാൽ മാസമുണ്ടല്ലോ, ആ ശവ്വാൽ മാസമാകുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ പ്രയാസങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകും. ആ ശവ്വാൽ കഴിഞ്ഞ് ദുൽഖഅദ് ഉണ്ടല്ലോ, കടന്നു വരുന്ന ദുൽഖഅദ്, ആ ദുൽഖഅദ് മാസമാകുമ്പോൾ പരിശുദ്ധമായ മക്കയും മദീനയുമുള്ള രാജ്യത്ത് ആളുകൾ ഗോത്രങ്ങൾ തിരിഞ്ഞുള്ള സംഘടനത്തിൽ ഏർപ്പെടുന്നതാണ്. സ്വഹാബ, ആ ദുൽഖഅദ് കഴിഞ്ഞു വരുന്ന ദുൽഹിജ്ജയുണ്ടല്ലോ, ആ ഹജ്ജിലതാ ആളുകൾ പരസ്പരം പോരടിച്ച് ജംറകളിൽ പോലും മയ്യിത്ത് കുമിഞ്ഞു കൂടുന്നതാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ജംറകളിൽ പോലും മയ്യിത്ത് കുമിഞ്ഞു കൂടും. കഴിഞ്ഞ കൊല്ലം 4000 അല്ലേ, എത്ര 160 ആളെന്നൊക്കെ പറഞ്ഞു, 400-300 ആളുകൾ, 4000-ന് മുകളിൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്താ മരിക്കാൻ കാരണം? ചവിട്ടും കുത്തൊന്നുമല്ല, എന്തോ ചില അപകടകരമായ ചില പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്
റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ സംഘടനകൾ മിനയിലേക്ക് വ്യാപിച്ചു തുടങ്ങുന്നു. നാം അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സംഘടനം മിനയിലേക്ക് വ്യാപിച്ച് മിനയിൽ വർഗം തിരിഞ്ഞ് സംഘടന ഉണ്ടാവും. അന്നെമ്പാടും ആളുകൾ മരിക്കും. ജംറകളിൽ മയ്യിത്ത് കുമിഞ്ഞുകൂടും. കല്ല് കുമിഞ്ഞുകൂടുന്നതിന് പകരം മയ്യിത്ത് കുമിഞ്ഞുകൂടും. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആ ദുൽഹിജ്ജ കഴിഞ്ഞുള്ള മുഹറം മാസത്തിലാണ് ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം. അപ്പോഴാണ് ഈ ലോക നീതിമാൻ കടന്നു വരിക. റസൂലുള്ള പറയാണ്, മദീനത്തിൽ നിന്ന് വരുന്നതാണ്, നേരെ മക്കയിലേക്കാ വരിക. മക്കയിലെ സമയത്ത് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരാനുള്ള കാലമായി എന്ന് മനസ്സിലാക്കിയാൽ മഹ്ദി ഇമാമിനെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആളുകൾ മക്കയിലുണ്ടാകും. അതിന്റെ ആദിത്യങ്ങൾ ഔലിയാക്കൾ മക്കയിലുണ്ടാവും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു മക്കയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നറിഞ്ഞാൽ ഇവർ മഹ്ദി ഇമാമിനെ തെരഞ്ഞു പുറപ്പെടും. കഅബയുടെ ചുറ്റുഭാഗത്തും തന്നെ തടയുന്നുണ്ട് എന്ന് മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടാൽ മഹാനവറുകൾ മദീനയിലേക്ക് കടന്നു കളയുന്നതാണ്. ഇവരതാ തെരഞ്ഞു മദീനയിൽ പോകുന്നു. അപ്പൊ നേരെ മക്കയിലേക്ക് കടന്നു കളയുകയാണ്. അവരവിടെ നിന്ന് മക്കയിലേക്ക് പോന്നിട്ടുണ്ട് എന്ന് വിവരം ലഭിക്കുമ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ മക്കത്ത് വന്ന് മഹാനവറുകളെ തെരയുന്നതാണ്. അവസാനമതാ ഹജറുൽ അസ്വദിന്റെയും മഖാമ ഇബ്രാഹിമിന്റെയും ഇടയ്ക്ക് വെച്ച് മഹാന്മാരായ ഔലിയാക്കൾ മഹ്ദി ഇമാമിനെ കാണുന്നു. അവരോട് ചോദിക്കും, നിങ്ങളല്ലേ മഹ്ദി? അപ്പൊ അവർ പറയും, അത്രേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളാകണം എന്നില്ല ഞാൻ. നിങ്ങളല്ലേ മഹ്ദി? പറയൂതേ, ഞാൻ തന്നെയാണ് മുഹമ്മദുൽ മഹ്ദി. ഞാൻ നിങ്ങളുടെ കൈ കാണിക്കോ, ഞങ്ങൾ ബൈഅത്ത് ചെയ്യട്ടെ. മുസ്ലിം ലോകം പ്രതിസന്ധിയിലാണ്. ഈ മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തേണ്ട ചുമതല അല്ലാഹു നിങ്ങളെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ മഹാനവറുകൾ പറയും, അത്രേ, ഇല്ല ഇല്ല, എനിക്കതിന്റെ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇവർ പറയും, അത്രേ, ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളായിരിക്കും ഈ ഉമ്മത്തിന്റെ നാശത്തിന്റെ കാരണക്കാരൻ. അതുകൊണ്ട് കൈ കാണിക്കോ, ഞങ്ങൾ ബൈഅത്ത് ചെയ്യട്ടെ എന്ന് പേടിപ്പിച്ചു പറയുമ്പോഴാണ് അത്രേ മഹാനവറുകൾ കൈ കാണിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ബൈഅത്ത് നടക്കുന്ന 313 ഔലിയാക്കളാണ് ആദ്യം ബൈഅത്ത് ചെയ്യുക. ഇത് കേട്ടറിഞ്ഞ് പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും. മഹ്ദി ഇമാമിനെ നേതാവായി ബൈഅത്ത് ചെയ്യുകയാണ്. പിന്നെ മഹാനവറുകളുടെ നേതൃത്വത്തിൽ ആദ്യം നടക്കുന്നത് ഹിജാസിന്റെ ശുദ്ധീകരണമാണ്. ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും ശുദ്ധീകരിക്കും. അതിന്റെ അർത്ഥം എന്താ? അവസാന നാളാവുമ്പോ അവിടെയുള്ള വിശ്വാസം കർമ്മങ്ങളൊക്കെ ദീനിനെതിരാവുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈമാൻ നിലനിർത്തി തരട്ടെ. അല്ലാഹുവേ, ഖൈറായ വഴിയിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ റബ്ബേ. അങ്ങനെയാണ് ആദ്യം അവിടെയാണ്, ഹിജാസാണ്. പിന്നെ സൗദി അറേബ്യ, പിന്നെ ലോകത്ത് ഓരോ രാജ്യങ്ങളെയും ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ലോകത്തെ കീഴടക്കുകയാണ്. അങ്ങനെ വിശുദ്ധമായ ഇസ്ലാമിന് കീഴടങ്ങുന്ന ഒരു കാലം കടന്നു വരാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഖിയാമത്ത് നാൾ വരെ എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ സത്യത്തിനായി പോരടിച്ചുകൊണ്ടിരിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അവരാ സത്യത്തിന്റെ മേൽ വിജയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഉമ്മത്ത് അവസാനം വരെ ഉണ്ടാവും. അവരുടെ അവസാന നേതാവായി വരെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആണ്. ലോകം മുഴുവൻ ഇസ്ലാമിനെ കീഴുമെന്ന്. അങ്ങനെ വളരെ സുന്ദരമായൊരു കാലഘട്ടം കടന്നു വരുമ്പോഴാണ് പെട്ടെന്ന് റസൂൽ കേൾക്കുന്നു, ദജ്ജാൽ പുറപ്പെട്ടിരിക്കുന്നുവെന്ന്. ദജ്ജാലിന്റെ ആഗമനം. ദജ്ജാൽ എന്താന്ന് പറയണം. പിന്നെ നമ്മൾ വേഗം അവസാനിപ്പിക്കാൻ നമുക്ക് നല്ല ദ്വാരന്ന് ശരിയാണ്. ദജ്ജാൽ പറയണം, ഈസാ നബി പറയണം, യജൂജ് മജൂജ് പറയണം, ദാമ്പത്തുള്ളെന്ന് പറയണം, ഖാബ പൊളിക്കപ്പെടുന്നത് പറയണം, ലോകത്തിന്റെ അന്ത്യം പറയണം. ഇവിടൊക്കെ പോണ്ടതായി വിഷയം. പക്ഷേ കൊടുത്തത് ലോകം കാത്തിരിക്കുന്ന നീതിമാനായ നേതാവ് എന്നായതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ഒന്ന് പറഞ്ഞാൽ അത് അവിടുന്നും പെടുന്നു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു നടത്തുന്ന കുറെ സംഘടനകളെ കുറിച്ച് ഹദീസുകൾ സംസാരിക്കുന്നുണ്ട്. ഉസ്തന്തീനിയ എന്ന് പറയുന്ന നാട് കീഴടക്കലിനെ കുറിച്ച് പറഞ്ഞ യുദ്ധം കൊണ്ടല്ല, ദിക്ർ ചൊല്ലിയിട്ട് കീഴടക്കാൻ. ഭയങ്കര അത്ഭുതമല്ലേ? ദിക്ർ ചൊല്ലിയിട്ട്, ബോംബെറിഞ്ഞിട്ടല്ല, കത്തിക്കുത്ത് നടത്തിയിട്ടല്ല, വാൾ പയറ്റിയിട്ടല്ല. മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യം പോയിട്ട് ഖുൽസുദ്ദീനിയെ വളയുന്നതാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുമ്പോൾ ഖുൽസുദ്ദീനിയുടെ ബൗണ്ടറിയുടെ മതിൽ കെട്ടുകൾ പൊളിഞ്ഞു പോവുകയും
സൈനികർ മുസ്ലിങ്ങൾക്ക് കീഴൊതുങ്ങുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് പറയേണ്ടത്, ഇനി വരാനുള്ള കുറെ യുദ്ധങ്ങളാണ്. എന്നൊക്കെ മനസ്സിലായില്ലേ? മുസ്ലിങ്ങൾ അതിക്രമകാരികളല്ല, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. നീതിക്കേ നമ്മൾ നിലകൊള്ളാവൂ. അള്ളാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ. അർഹമുർറാഹിമീനായ റബ്ബേ, നീതിയോടൊപ്പം നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീതിയോടൊപ്പം നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞാൻ ദ്വാരക്കാൻ പോവാണ്. ഓല് ലേലം ചെയ്യാനുള്ള സാധനം കൊടുക്കുന്നതിന്റെ അർത്ഥം വയല് നിർത്തിക്കാളെ സാധനം. നമ്മൾ വയല് നിർത്തുകയാണ്. എന്നിട്ട് നേരെ കുറച്ച് നിങ്ങൾ ഒരു ഭയങ്കര വിഷയം കൊടുത്താൽ ഞാൻ എവിടുന്ന് പറയണ നേരെ കൊണ്ടുവച്ച് പറയണമെന്നൊരു പുറത്തം കിട്ടില്ല എനിക്ക്. കാരണം ആ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. അപ്പൊ ഞാൻ നമ്മളൊരു ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹു മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കുണ്ടെങ്കിൽ ആ മഹാനെ പിൻപറ്റുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറകൾ ദ്വാരുന്നു എന്നാ പഠിച്ചോനെ. സമസ്തകളുടെ ജമീയത്തുലമ ഉണ്ടാക്കുമ്പോൾ ദ്വാരുന്നു എന്താ ദ്വാരെന്ന് അറിയുന്നു? അല്ലാഹുവേ, ഈ പ്രസ്ഥാനത്തിന്റെ പതാക നീ ഇമാം മഹദിയുടെ കയ്യിൽ ഏൽപ്പിക്കണേ. ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കാലഘട്ടത്തിൽ അവർ നേതൃത്വം കൊടുക്കുന്ന ആ വിഭാഗത്തിലേക്ക് ഇതിനെ നീ എത്തിക്കണേ എന്ന് ദുആ ചെയ്താണ് സമസ്തകളുടെ ജമീയത്തുലമാക്ക് രൂപം കൊടുത്തതാണ്. ഹക്കിന്റെ വഴി അത് തന്നെയാണ്. അള്ളാഹു വഴിയിൽ നമ്മൾ വടിയുറപ്പിച്ച് നിർത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് പേര് പറയാൻ ആഗ്രഹമില്ലാത്തൊരു പുരുഷൻ ഒരു മോതിരം സംഭാവന. ഈ നാട്ടിലെ പുരുഷന്മാർ മോതിരിടും. ഭാര്യനോട് വാങ്ങിച്ചതാവും അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഭാര്യയും ഭർത്താവും നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഭർത്താവ് ചോദിച്ചപ്പോൾ ഭാര്യ കൊടുത്തത്. ഇല്ലെങ്കിൽ എന്റെ പേരിൽ കൊടുത്താളി എന്നല്ലേ പറയാം. അള്ളാഹു ആ സ്നേഹബന്ധം നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹുവേ, ആ സ്നേഹബന്ധം നീ നിലനിർത്തണേ അല്ലാഹ്. ആ കുടുംബത്തിൽ നല്ല സമാധാനമുള്ള ജീവിതം നീ പ്രദാനം ചെയ്യണേ റബ്ബേ. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരനാണ് റൻഷാദ് എന്ന കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു മോതിരം സംഭാവന. അത് വേറെ മോതിരം ഒക്കെ മോതിരം അങ്ങനെ വരുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ മുമ്പത്തിൽ മദ്രസക്കും പള്ളിക്കും ഒക്കെ സംഭാവന കൊടുത്തപ്പോഴേ തോനെ മോതിരം വാങ്ങാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്തിട്ടുണ്ട്. ചില നാട്ടുകാർക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട്. അതന്നെ നമ്മൾ അന്ന് പറഞ്ഞ് കൊടുത്താൽ അല്ലാഹു ധാരാളം തരും. ഇപ്പൊ നമുക്ക് വെളിങ്ങനൊന്നുമില്ലല്ലോ. ഇപ്പൊ നമുക്ക് ചെറുതല്ലോ. ഒരു മൂത്രച്ചൂടി ഉണ്ടാക്കാൻ പിന്നെ ഒരു കോയൽക്കിണറില്ല. ഞാൻ സാധുവാണ് ഇതുവരെയ്ക്ക് അല്ല തോന്നിച്ചു ഇതുവരെ ചെയ്യാം. അപ്പൊ മാഷാണ് ഏറ്റെടുത്ത് പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അഭാവത്തിൽ നമ്മളവർക്ക് വേണ്ടി വരക്കണം. ആരോഗ്യത്തോടെ അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആരോഗ്യത്തോടെ അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ. ഇതൊരു മൂത്രച്ചൂടി, അതിനെത്ര കല്ല്, ഇത്ര സിമെന്റ്, ഇതിന്റെ കണക്ക് വേഗം കൊടുത്തിട്ട് അത് നിങ്ങൾ ഒന്ന് വേഗം നോക്കിയപ്പോൾ തീരും. 3 ലക്ഷം. എന്ത് മൂത്രച്ചൂടിയാ? അത്രക്കാവും. അത്രക്കാവും. ഞാൻ കഴിഞ്ഞ് 1 ലക്ഷം രൂപയിലൊക്കെ മൂത്രച്ചൂടിയാണ്. ഒരു ടോയ്ലറ്റ് വേണം. അപ്പൊ പള്ളിയിൽ ഉസ്താദിനൊക്കെ അന്ന് റൂമുണ്ടോ? ഇവിടെ ഉസ്താദ് ഉണ്ടോ? അത്രയാണെങ്കിൽ പള്ളി കയറും. അപ്പൊ എത്തിക്കാവരെ കൂടി കിട്ടേ അത് പറയണ്ടല്ലേ? ആയിക്കോട്ടെ. മഹാനായ തങ്ങൾ മന്ത്രിച്ച തേനാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അർഹമുർറാഹിമീനായ ഞങ്ങൾ അതിനത്തെ കല്ല് സാധനം ചെയ്യുന്നതിനൊക്കെ പറയണം. വേദന അള്ളാഹു ഖൈറാക്കി തരട്ടെ. അള്ളാഹുവേ, റിൻഷാദ് എന്ന കുട്ടിയുടെ ആരോഗ്യത്തിന് ദുആ ചെയ്യാൻ. നബി, ആ കുഞ്ഞുമോൻ എന്താ അസുഖമുണ്ടെങ്കിൽ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ റബ്ബേ. അള്ളാഹുവേ, ആ പ്രിയപ്പെട്ട കുടുംബം കൊടുത്തേച്ച മോതിരം ആ സദഖ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവേ, എന്ത് രോഗം സുഖപ്പെടാനാണ് ആ കുടുംബം നിയ്യത്ത് ചെയ്തത് ആ രോഗത്തിനുള്ള ശമനമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു തേനുണ്ട് ഇവിടെ. മഹാനായ തങ്ങൾ അവരുടെ മന്ത്രിച്ചതാണ് അല്ലേ? ഏത് തങ്ങളായാലും സയ്യിദൊക്കെ സയ്യിദ് അല്ലേ? സയ്യിദ്. അൽഹംദുലില്ലാ. റസൂലുള്ളാഹിന്റെ പേരെ കൂട്ടിയ മന്ത്രിച്ച ഒരു കുട്ടി തേനുണ്ട് ഇവിടെ. ഒരാൾ ഒരു നല്ല വിളിച്ചെടുത്താൽ ഇതൊക്കെ കൊടുക്കാനുള്ള തേന അതൊക്കെ ഒരു വില കിട്ടി കൊടുക്കല്ലേ? ഒരു വില പറഞ്ഞു കൊടുക്കും. ആ പായപ്പോലെ നമുക്ക് വേണം. ലേലം വിളിക്കാൻ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇവർക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ഇവർക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ആ പണി ചെയ്യല്ലോ. കലുമല്ല പണി
ഇതൊക്കെ ഒരു ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞാൽ അള്ളാഹു പൂർണ്ണ ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. മട്ടന്നൂരിൽ ഇങ്ങനെ തെരുവിൽ കച്ചവടം ചെയ്ത് കുടുംബം പോറ്റുന്ന ഒരു നല്ല മനുഷ്യനാണ്. ജമാഅത്തിനൊക്കെ പള്ളിയിലുണ്ടാവുന്നത്. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഒരു ബോട്ടിൽ തേരുണ്ട്. എല്ലാവരും ഒരു 3 സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. റഹ്മുർറഹീമായ അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ ബർക്കത്തും ശിഫാഉം ഈ തേനിൽ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ പേര് കുട്ടി മന്ത്രിച്ച തേനാണ് റബ്ബേ. ആ നിയ്യത്തിൽ ആരേറ്റെടുക്കുന്നവോ റബ്ബേ, ഏത് രോഗത്തിന് ഉപയോഗിക്കുന്നവോ ആ രോഗത്തിനുള്ള ശമനമാക്കണേ അല്ലാഹ്. ഇത് ഉപയോഗിക്കുന്നവർക്ക് ക്യാൻസർ എന്ന മഹാരോഗം നീ നൽകല്ല റബ്ബേ. ആരാ ഏറ്റെടുക്കുക? ഒരു സംഭാവന പറഞ്ഞിട്ട് വേഗം. ആരാ? ഒരാൾ വിളിക്ക്, ഒരു സംഭാവന പറയും. 500 റുപ്യ അല്ലേ? അൽഹംദുലില്ലാഹ്. പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് നല്ലോണം പഠിച്ചിട്ടുണ്ട്. അന്നൊരു മൂത്രച്ചൂടി ഉണ്ടാക്കേണ്ടി വന്നാൽ അതിന് സംഭാവന ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തേ അവനെ ഇപ്പൊ ഈ മൂത്രച്ചൂലിക്ക് ഒരു സഹായം ആട്ടെ എഴുതിട്ടുള്ളത് കൊടുത്തേച്ച്. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ആ കുഞ്ഞുമോന്റെ പഠനത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവന് നീ നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാ. ബുദ്ധി നൽകണേ അല്ലാ. ഉന്നത വിജയം നൽകണേ റബ്ബേ. ഇത് 500 റുപ്യക്ക് വിളിച്ച സഹോദരന്റെ ഉദ്ദേശം എന്താണെങ്കിലും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. 500 റുപ്യക്ക് 1 വേഗം കൊടുക്കുവേ. 500 റുപ്യ 2, 500 റുപ്യ 2.5, 1000 റുപ്യ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മമര പോലും നമ്മളെക്കാൾ ഉഷാറാണ്. നമ്മൾ അനങ്ങാതൊക്കെ പോലും നല്ല ചൂടിലാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ റബ്ബേ. പ്രിയപ്പെട്ട മാതാവ് 1000 എന്ന് വിളിച്ചപ്പോ എന്താണോ എന്നോട് ആവശ്യപ്പെട്ടതെങ്കിലും അത് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. 1000 റുപ്യ 1, 1500 റുപ്യ. നല്ല ഉഷാറാണല്ലോ. അൽഹംദുലില്ലാഹ് റബ്ബേ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മാതാവിന്റെ ഖൽബിനകത്തുള്ള വേദനകൾക്ക് നീ പരിഹാരമാക്കണേ റബ്ബേ. അവരുടെ ശരീരത്തിലും കുടുംബത്തിലുമുള്ള രോഗത്തിനുള്ള ശിഫ ആക്കണേ അല്ലാ. 1500 റുപ്യ 1 വട്ടം, 2 വട്ടം, 2.5 വട്ടം 1500 റുപ്യ, 1500 റുപ്യ 3 വട്ടം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേഗം കൊടുക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര തേനുണ്ട്? 19. എന്താ തേന്റെ വില? ഏത് വിലയ്ക്ക് കൊടുക്കണേ? ഈ നാട്ടിൽ വില എന്താണെന്ന് അറിയാത്തോണ്ട് ഞങ്ങൾ പറയും. ഞാൻ വേറെ സ്ഥലത്തൊക്കെ ഒരു വലിയ സ്ഥലത്തൊക്കെ പോയതെങ്കിൽ 1 ലക്ഷം പറയും, 50 പറയും, 25 പറയും. അതൊക്കെ നാടിനനുസരിച്ചാണ്. തേന്റെ വിലയല്ലേ. ഒരു സ്വതക്ക കൊടുക്കുക, ബർക്കത്തിൻ്റെ സാധനം ഏറ്റെടുക്കാൻ. തേന് വലിയ ബർക്കത്തിൻ്റെ സാധനം. ഏതൊരു വീട്ടിലും ഉണ്ടാവേണ്ട സാധനം തേൻ. ഈത്തപ്പഴം, തേന്, അത്തിപ്പഴം, ഇതൊക്കെ എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാവേണ്ടിയാണ്. സൈത്തൂൻ ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞാണ്. വത്തീനി വസ്സൈത്തൂനി വതൂരി സീനീൻ വത്തീൻ വസ്സൈത്തൂൻ. ഈത്തപ്പഴം എല്ലാ വീട്ടിലും എപ്പോഴും ബർക്കത്തുണ്ടാവുന്ന അല്ലാഹുവിന്റെ. തേൻ നല്ലതാണ്. തേനിൽ ശിഫയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരു ഫാത്തിഹ ഏറ്റെടുക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് സുബഹി നിസ്കരിച്ചിട്ട് 41 ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിക്കണം. തേന് എന്ത് റേറ്റിന് കൊടുക്കാം? ആരോട് ചോദിച്ചിട്ട് ഒരിക്കൊന്നും മനസ്സിലാവില്ല. 500 റുപ്യ അല്ലേ? 1000 റുപ്യ 100 എന്നാലും 500 എടുത്ത്. അപ്പൊ എന്നും തേനുണ്ട്. അൽഹംദുലില്ലാഹ് നല്ലതാണ്. അപ്പൊ എന്നും 500 കൊടുക്കാം. അതല്ലേ ഈ നാട്ടുകാർ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ബേജാറാണ്. 500 റുപ്യക്ക് മോനോ എല്ലാവരും ഒരു ഫാത്തിഹ
ആരെങ്കിലും തങ്ങന്മാരുണ്ടോ ഈ ക്ലാസ്സിൽ? ഉണ്ടോ? തങ്ങന്മാരാരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? ഇല്ല. ഞങ്ങളെല്ലാവരും എല്ലാവരും ഫാത്തി ഹോദിയാണ്. നിങ്ങൾക്ക് വേണമല്ലേ? നിങ്ങൾ നേരത്തെ വിളിച്ച് നഷ്ടപ്പെട്ടു പോയ വിഷമത്തിനാണ്. അള്ളാഹു നിയ്യത്ത് ഖബൂൽ ചെയ്യട്ടെ. നേരത്തെ 500 മൂപ്പരെ വിളിച്ച് നമ്മൾ നഷ്ടപ്പെട്ടു പോയ വേദനക്ക് മൂപ്പര് വേറെ ഒന്ന് എടുക്കുക. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇതിലും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഇവരുടെ ഉദ്ദേശം നീ നിറവേറ്റണേ റബ്ബേ. ഫാത്തിഹ ഓതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അതിൽ ഓരോ അക്ഷരത്തിലുമുള്ള ശിഫാ അല്ലാഹ് നീ തേനിൽ നൽകണേ റബ്ബേ. ഓരോ അക്ഷരത്തിലുമുള്ള ശിഫാ നീ അതിൽ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ആരാണോ ഏറ്റെടുക്കുന്നത് അവരുടെയൊക്കെ സർവ്വ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ റബ്ബേ. അത് ഉപയോഗിക്കുന്നവരെ മാരകമായ രോഗങ്ങളിൽ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്നുള്ള രക്ഷയും പ്രതിവിധിയും പ്രതിരോധവും ആക്കി നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, കുഞ്ഞുമക്കൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. തകർത്ത് ഉയരാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അക്ഷരങ്ങൾ സ്ഫുടതയോടെ സംസാരിക്കാനുള്ള കഴിവ് കുഞ്ഞുമക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്കാണ് നൽകുന്നതെങ്കിൽ അതിന്റെ പേരുള്ള സ്വതക്ക കാരണം അവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്കാണ് നൽകുന്നതെങ്കിൽ അല്ലാഹ് അവർക്ക് നീ പ്രസവം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു ഖൈറാക്കി കൊടുക്കട്ടെ. ഇനി 18 തരമുള്ള അത് 18 ആളുകൾ വരും. ഒരു 18 ആളുകളൊന്ന്